KP അപ്പൻ്റെ മനോഹരമായ ചില വരികൾ നമുക്ക് ഒരുപാട് ഈ കാലഘട്ടവുമായി ചേർത്ത് ചിന്തിക്കുവാൻ കഴിയുന്നതാണ്. മലയാളം ഏറെ ആദരിക്കുന്ന, ലോകം ആദരിക്കുന്ന നിരൂപകനും എഴുത്തുകാരനുമായിരുന്നല്ലോ ശ്രീ KP അപ്പൻ. അദ്ദേഹം ഈ അദ്ദേഹം മരിക്കുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് എഴുതിയൊരു പുസ്തകത്തിൽ ഇപ്രകാരം പറഞ്ഞു: ചൂള പോലെ കത്തുന്ന ദിവസത്തിൽ ക്രിസ്തുവും അവൻ്റെ വചനങ്ങളും തണുപ്പായി നമ്മുടെ മുമ്പിൽ അവതരിക്കുന്നു. അതുകൊണ്ട് കുരിശും മുൾക്കിരീടവും ആണിപ്പഴുതുള്ള ആ കരങ്ങളും മനുഷ്യവർഗത്തിൻ്റെ ചിന്തയിൽ മായാതെ നിൽക്കും. ലോകമെങ്ങും അവൻ്റെ സ്തുതി നിറയുന്നു. അപ്പോഴും ക്രിസ്തുവിൻ്റെ വചനങ്ങൾ അനുകരിക്കുവാനോ ക്രിസ്തുവിൻ്റെ വാഗ്ദാനങ്ങളെ അവകാശമാക്കുവാനും നാം മറന്നു പോകുന്നു. അടുത്ത വരിയാണ് എന്നെ ഏറെ ആകർഷിച്ചത്. അങ്ങനെ ക്രിസ്തു നട്ട ഭൂമിയിൽ നിന്ന് നാം പിഴുതെറിയപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ വാഗ്ദാനങ്ങൾ അവകാശമാക്കുവാനും അവൻ്റെ വചനങ്ങളെ അനുകരിക്കുവാനും നാം മറന്നു പോകുമ്പോൾ ക്രിസ്തു നട്ട ഭൂമിയിൽ നിന്ന് നാം പിഴുതെറിയപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന് വിരുദ്ധമായ ജീവിതം കൊണ്ടും അതുമൂലം നാം ക്ഷണിച്ചു വരുത്തിയ പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടും അതിൻ്റെ ബാക്കിപത്രമായ വിനാശകരമായ വൈറസുകൾ കൊണ്ടും നമുക്ക് മറുപടിയില്ലാത്ത രോഗപീഡനങ്ങളിലൂടെ അനേക ക്രിസ്തു നട്ട ഈ ഭൂമിയിൽ നിന്ന് പിഴുതെറിയപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ ഈ കൊടുങ്കാറ്റുകളുടെ മധ്യത്തിൽ വിശുദ്ധ വചനം നമുക്ക് നൽകുന്ന പ്രത്യാശയുടെ സന്ദേശം എന്താണെന്ന് ഗൗരവപൂർവം നാം ചിന്തിക്കേണ്ടതേറെ ആവശ്യമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു മരണത്തിന്റെ ഗർത്തത്തിലേക്ക് പിഴുതെറിയപ്പെടാമായിരുന്ന ഒരു സംഘം ജനങ്ങളെ അതിൻ്റെ അനുഭവത്തിൽ നിന്ന് ജീവന്റെ അനുഭവങ്ങളിലേക്ക് ദൈവം കൊണ്ടുവന്ന ഒരു സംഭവത്തിന്റെ വിവരണം അപ്പോസ്തല പ്രവൃത്തികൾ 27-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. ഈ രാത്രിയിൽ ആ വേദഭാഗത്തെ ഒന്ന് അപഗ്രഥിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതങ്ങളിൽ ആഞ്ഞടിച്ചിരിക്കുന്ന ഈ ഒരു കൊടുങ്കാറ്റിൻ്റെ അനുഭവങ്ങളെ, ഈ മഹാമാരിയുടെ അനുഭവങ്ങളിൽ എങ്ങനെയാണ് വിശ്വാസപൂർവം നാം ഇതിനെ പ്രതിരോധിക്കേണ്ടതെന്ന് ദൈവസന്നിധിയിൽ അല്പസമയം ചിന്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മുഴുവൻ അധ്യായവും ഞാൻ വായിക്കുന്നില്ല. പ്രധാനമായും നമ്മുടെ ചിന്തകളിലേക്ക് ഇതൊന്ന് വരുവാൻ തക്കവണ്ണം 4 വാക്യങ്ങൾ ഈ അധ്യായത്തിൽ നിന്ന് ഞാനൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം 14-ാം വാക്യം. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു. 22, 23, 24, 25, 26. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിക്കുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങളുടെ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു. പൗലോസേ, നീ ഭയപ്പെടരുത്. നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നുവെന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷന്മാരെ, ധൈര്യത്തോടെ ഇരിക്കുവിൻ. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. എങ്കിലും നാം ഒരു ദ്വീപിന്മേൽ മുട്ടി വീഴേണ്ടതാകുന്നു. എങ്കിലും നാം ഒരു ദ്വീപിന്മേൽ മുട്ടി വീഴേണ്ടതാകുന്നു. ഇതിൻ്റെ പഠനത്തിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തിൽ, ഈ പ്രതിസന്ധികളുടെ നാളുകളിൽ എങ്ങനെയാണ് ദൈവമക്കൾ ഇതിനെ മറികടക്കേണ്ടതെന്ന് ചില ചിന്തകൾ പങ്കുവെക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്, ഇതിൻ്റെ സാഹചര്യം എന്താണെന്ന് ഒരുപക്ഷെ ഈ വേദഭാഗം വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ക്രിസ്തു സഭയെ ഈ ലോകത്തിൽ പണിയുവാൻ തക്കവണ്ണം ദൈവം ഏറ്റവും എടുത്തുപയോഗിച്ച വ്യക്തിയായിരുന്നു പൗലോസ് എന്ന് നമുക്കറിയാം. പൗലോസിനെതിരെ യഹൂദ മതാജ്ഞന്മാർ 3 കുറ്റങ്ങൾ പ്രധാനമായും ചുമത്തി. 3ഉം മരണശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങളാണ്. 1, അവൻ ദൈവത്തിനെതിരെ ദൈവദൂഷണം പറയുന്നു. 2, അവൻ ദേവാലയത്തിനെതിരെ പ്രവർത്തിക്കുന്നു. 3, അവൻ രാജാവിനെതിരെ പ്രവർത്തിക്കുന്നു. ഈ 3 കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞത് സമയം ലാഭിക്കുവാൻ വേണ്ടിയാണ്. ഈ 3 കുറ്റങ്ങളുടെയും വിചാരണ നേരിടുവാൻ തക്കവണ്ണം റോമിലേക്ക് പൗലോസിനെ തടവുകാരനായി കൊണ്ടുപോവുകയാണ്. തടവുകാരനായി പൗലോസിനെ കൊണ്ടുപോകുമ്പോൾ റോമിലേക്കാണ് പോകുന്നത് ഒരു കപ്പലിലാണ്. ഞാൻ കുഞ്ഞുങ്ങൾക്കൊക്കെ മനസ്സിലാകാൻ വേണ്ടിയാണ് ആ ഒരു നിലയിൽ പറയുന്നത്. കപ്പലിലാണ് കൊണ്ടുപോകുന്നത്. കപ്പലിൽ കൊണ്ടുപോകുമ്പോൾ പൗലോസിനെ ഒരു ശതാധിപൻ ഉണ്ടെന്ന് പറയുന്നു. ശതാധിപൻ എന്ന് പറഞ്ഞാൽ 100 പട്ടാളക്കാരുടെ അധിപനാണ്. അപ്പോൾ ഒരാളിനെ കൊണ്ടുപോകുന്നത് എന്തിനാണ്? 100 പേരുടെ തലവൻ പോകുന്നത്. 100 പേരുടെ തലവൻ ഒറ്റയ്ക്ക് പോവില്ല. പോവുകയാണെങ്കിൽ
അയാൾ 100 പേരുടെ അധിപതിയായിട്ടാണ് പോകുന്നത്. അപ്പോൾ അയാളുടെ കൂടെ എത്ര പേരുണ്ട്? പട്ടാളക്കാർ 100 പേരുണ്ട്. ഇപ്പോൾ 100 പട്ടാളക്കാരും അതിൻ്റെ ഒരു അധിപനും പൗലോസും മാത്രമായിട്ട് പോവില്ല. റോമിലേക്ക് വിചാരണ നേരിടേണ്ട തടവുകാരായ പൗലോസിനെ പോലെയുള്ള 100 കണക്കിന് ആളുകളും ഇതിനോടൊപ്പമുണ്ട്. ആ കപ്പലിൽ ആകെ എത്ര പേരുണ്ടെന്ന് 27-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 37-ാം വാക്യത്തിൽ കപ്പലിൽ ഞങ്ങൾ ആകപ്പാടെ 276 പേരുണ്ടായിരുന്നു. അപ്പോൾ ആ കപ്പലിൽ എത്ര പേരുണ്ട് പറഞ്ഞാട്ടെ? എത്ര പേരുണ്ട്? 276 പേരുണ്ട്. 276 276 പേരുമായിട്ടാണ് പോകുന്നത്. 100 പേര് പട്ടാളക്കാരാണ്. പൗലോസുണ്ട്, ശതാധിപനുണ്ട്. പൗലോസിൻ്റെ കൂടെ എത്ര പേർ പൗലോസിന് വേണ്ടി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ വേദപണ്ഡിതാക്കൾ പറയുന്നത് 2 പേര് പൗലോസിനെ അസിസ്റ്റ് ചെയ്യുവാൻ ഉണ്ടായിരുന്നു. ഒന്ന് ആരാണെന്ന് 27-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഞങ്ങൾ കപ്പൽ കയറി എന്നാണ് പറയുന്നത്. ഈ ഞങ്ങൾ ആരാണ്? അപ്പോസ്തല പ്രവൃത്തി എഴുതിയ ആളാണ്. ആരാണത്? ലൂക്കോസാണ്. അപ്പോൾ ലൂക്കോസ് ഉണ്ട്. ഒരുപക്ഷെ ഒരു മെഡിക്കൽ അസിസ്റ്റൻസ് കൂടി, വൈദ്യനായിരുന്നല്ലോ പൗലോസിന് ഈ യാത്രയിൽ ഒരു മെഡിക്കൽ അസിസ്റ്റൻസ് കൂടി വേണ്ടി വന്നാൽ ലൂക്കോസ് കൂടെ ഉണ്ടായിരുന്നു. മറ്റൊരാളുടെ കാര്യം കൂടി പറയുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ അരിസ്തർഹോസ് എന്ന് പറയുന്ന മാസിഡോണിയക്കാരനായ ഒരാളും സുവിശേഷ വേലയിൽ പങ്കുകാരനായിരുന്നു. അദ്ദേഹവും പൗലോസിൻ്റെ കൂടെയുണ്ട്. ഇവർ ഈ യാത്ര ആരംഭിക്കുമ്പോൾ ഞാൻ ഈ ആമുഖമായി പറയുന്ന ഓരോ കാര്യങ്ങളും ഇതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് അനിവാര്യമായ കാര്യങ്ങളാണ്. ഇവർ ഈ യാത്ര ആരംഭിക്കുമ്പോൾ കൈസരിയായിലാണ് പൗലോസ്. അവിടെ നിന്ന് റോമിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ നേരിട്ട് റോമിലേക്ക് കപ്പലില്ല. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് നേരെ നമുക്ക് ദുബായിലേക്ക് അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് പോകണമെങ്കിൽ ഒന്നെങ്കിൽ ഡൽഹിയിലോ അല്ലെങ്കിൽ മദ്രാസിലോ വന്നിട്ട് നമ്മുടെ ഫ്ലൈറ്റ് എടുക്കുന്നത് പോലെ ആദ്യം അന്ന് കപ്പൽ മാർഗമാണ് പ്രധാനമായിട്ടുമുള്ളത്. കോസ്റ്റൽ ഏരിയയിൽ ഇപ്പം നാട്ടിലായിരുന്നെങ്കിൽ പെട്ടെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു, കോട്ടയത്ത് നിന്ന് നേരെ കൊച്ചിയിലേക്ക് പോകാതെ ആലപ്പുഴ വഴി കൊച്ചിക്ക് പോവുകയാണ്. അപ്പോൾ അതുപോലെ കോസ്റ്റൽ ഏരിയയിലുള്ള ഉൾക്കടലിലേക്ക് പോകാതെ നമ്മുടെ കര പറ്റി ഓടി എന്ന് പറയുമ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത്. കോസ്റ്റൽ ഏരിയയിലൂടെ ഈ പോകുന്ന ചെറിയ കപ്പലുകൾ ചെറിയ സ്റ്റോപ്പുകളിൽ നിർത്തിപ്പോകും. അങ്ങനെ കൈസറിയായിൽ നിന്ന് ആദ്യം അവർ കയറുന്നത് അദ്രമുത്യ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന ഒരു അദ്രമുത്യ കപ്പലിലാണ്. അദ്രമുത്യ ഒരു സ്ഥലമാണ്. അവിടേക്ക് പോകുന്ന കോസ്റ്റൽ റീജിയൻ വഴി പോകുന്ന കപ്പലിലാണ് കയറുന്നത്. ആ കപ്പലിൽ ആദ്യം കയറി അവർ മുറേ പട്ടണത്തിൽ ഇറങ്ങുകയാണ്. എവിടെയാണ്? മുറേ പട്ടണത്തിൽ ഇറങ്ങുകയാണ്. അവിടെ നിന്ന് എവിടേക്ക് പോകുന്ന കപ്പലിൽ കയറുകയാണ്? അവിടെ നിന്ന് ഈ റോമിലേക്ക്, ഈജിപ്തിൽ നിന്നും റോമിലേക്ക് പോകുന്ന ഒരു അലക്സാണ്ട്രിയൻ കപ്പൽ. അത് വലിയ കപ്പലാണ്. ആ കപ്പലിൽ റോമിലേക്കുള്ള ധാന്യങ്ങളും വലിയ ശേഖരമാണ്. അവിടേക്കുള്ള കച്ചവട സംബന്ധമായ കാര്യങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വലിയ കപ്പൽ. ആ കപ്പലിൻ്റെ അടിത്തട്ട് മുഴുവൻ ധാന്യങ്ങളാണ്. മുകൾ തട്ടിൽ ഈ പറയുന്ന 276 പേരുടെ സംഘവും. അങ്ങനെ ചെറിയ കപ്പലിൽ നിന്ന് വലിയ കപ്പലിലേക്ക് അവർ കയറി. അവിടെ നിന്ന് പെയ്യെ ഈ യാത്ര മുന്നോട്ട് നീങ്ങുമ്പോൾ തന്നെ കടലിൽ ആപൽക്കരമായ സൂചനകളുണ്ട്. ഈ യാത്ര തുടങ്ങുമ്പോൾ തന്നെ പൗലോസ് പറയുന്നുണ്ട്. എന്താണ് പറഞ്ഞത്? 10-ാം വാക്യം. പൗലോസ്, പുരുഷന്മാരെ, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നുവെന്ന് അവരെ പ്രബോധിപ്പിച്ചു. അപ്പോൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് പൗലോസ് ഇത് പറയുകയാണ്. 4 കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്നത്തെ ആനുകാലിക ജീവിതവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയുവാൻ തക്കോണമുള്ളത്. നമ്മുടെ ജീവിതങ്ങളിലും ഇന്ന് ഈശാനമൂലൻ്റെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് വരുവാനുള്ള 4 കാരണങ്ങൾ, ഈ കപ്പലിനെ എന്തുകൊണ്ട് ഈ ഒരു കൊടുങ്കാറ്റടിച്ച് തകർന്നു പോകുന്ന സാഹചര്യമുണ്ടായി എന്നതിൻ്റെ 4 കാരണങ്ങളും വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നാമത്, എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതങ്ങളിലും ഈശാനമൂലൻ്റെ അനുഭവം ഉണ്ടായത്? ഞാൻ പറയും. 1, ദൈവം നമ്മളെ ഏൽപ്പിച്ച ശുഭ തുറമുഖങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതമാകുന്ന നൗക നീക്കിയിടത്താണ് നമ്മുടെ ജീവിതങ്ങളിൽ ഈശാനമൂലൻ്റെ അനുഭവം ഉണ്ടായത്. ഞാൻ ഈ പറഞ്ഞ വാക്യം ഇതിനെ അടിസ്ഥാനമാക്കി തന്നെ പറഞ്ഞതാണ്. മുറേ പട്ടണത്തിൽ നിന്നും കപ്പൽ നീക്കി അവരിപ്പോൾ ആയിരിക്കുന്ന തുറമുഖത്തിൻ്റെ പേര് 8-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. 8-ാം വാക്യം എന്താണ്? കരപറ്റി പ്രയാസത്തോടെ ലസയ്യ പട്ടണത്തിന് സമീപത്ത് ശുഭ തുറമുഖം എന്ന് പേരുള്ള ഒരു തുറമുഖത്തെത്തി. ഇപ്പോൾ അവരെവിടെയാണ് സേഫായിട്ട് നിൽക്കുന്നത്? ഇപ്പോൾ അവരെവിടെയാണ് നിൽക്കുന്നത്? ഈ കപ്പൽ വളരെ സേഫായിട്ട് വന്ന് നിൽക്കുന്നൊരു സ്ഥലമാണ്. ആ തുറമുഖത്തിൻ്റെ പേരാണ് എന്ത്? അതിൻ്റെ പേര് പറഞ്ഞേ, നിങ്ങൾ ഉറക്കെ പറഞ്ഞേ. ശുഭ തുറമുഖം. ഇംഗ്ലീഷിൽ ഫെയർ ഹാവൻസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ശുഭ തുറമുഖം. മലയാളത്തിൽ അതിൻ്റെ അർത്ഥം അറിയാവുന്നവർക്ക് കുറച്ചും കൂടി വ്യക്തമായി ഞാൻ ഉദ്ദേശിക്കുന്ന ആശയം മനസ്സിലാവും. ശുഭം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം നന്നായിരിക്കുന്ന ഇടം. എല്ലാം നന്നായിരിക്കുന്ന ഒരിടം.
ദൈവം നമ്മൾ സുരക്ഷിതമാകണമെന്ന് കരുതി നമ്മളെയൊക്കെയും ആക്കി വെച്ചിരിക്കുന്ന നിയോഗങ്ങളുടെ ഇടമാണ്. ആ ഇടത്ത് നിന്ന് 13-ാം വാക്യമായിരിക്കുമ്പോഴേക്കും നമ്മൾ വായിക്കുന്നു, തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താല്പര്യം സാധിച്ചു എന്ന് തോന്നി അവർ അവിടെ നിന്ന് നങ്കൂരമെടുത്ത് ക്രേത്താദ്വീപിന്റെ മറപറ്റി ഓടി. ഈ ഓട്ടങ്ങളിൽ നാം ഒക്കെ ആയിരിക്കുകയാണ് പ്രിയമുള്ളവരെ. ദൈവം നമ്മളെ ഏൽപ്പിച്ചു വെച്ച ശുഭതുറമുഖങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് എന്ന് നമ്മുടെ ജീവിതത്തിന്റെ നങ്കൂരമെടുത്തോ അവിടെ തുടങ്ങിയതാണ് നമ്മുടെ ജീവിതങ്ങളിൽ ഈശാനമുലന്റെ അനുഭവമെന്ന് നാം മറന്നു പോകരുത്. നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതത്തിൽ ഇപ്പം പ്രയാസവും ദുഃഖവും ഒക്കെ ഉണ്ടെങ്കിലും അയ്യോ ഇതിനേക്കാൾ നല്ലത് എത്രയോ പേർക്ക് കിട്ടിയിരിക്കുന്നു, അതുകൊണ്ട് അതിനെപ്പറ്റിയുള്ള ആശങ്കയിൽ നമ്മൾ നിരാശയോടെ ജീവിതം നയിക്കുന്നവരാണ്. പക്ഷെ പ്രിയമുള്ളവരെ, അല്പം പ്രായമുള്ളവരെങ്കിലും ഗൗരവത്തോടെ ഈ ചിന്തിക്കണം. നാം ഒക്കെ ആയിരുന്ന അവസ്ഥയിൽ നിന്നും ദൈവം എത്രമാത്രം നമ്മളെ അനുഗ്രഹിച്ച് ഇന്ന് നാം ആയിരിക്കുന്ന ശുഭ ഇടങ്ങളിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു എന്ന ബോധ്യം ഓരോ നിമിഷവും നമുക്കുണ്ടാകണം. അവിടെ നിന്ന് ദൈവാലോചന കൂടാതെ നമ്മുടെ ജീവിതത്തിന്റെ കപ്പൽ നാം എടുത്താൽ ഈശാനമുലന്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ആഞ്ഞടിക്കും. വിശുദ്ധ വേദപുസ്തകം നാം പരിശോധിച്ചാട്ടെ. ദൈവവുമായുള്ള ബന്ധത്തിൽ സമാധാനമായി ശുഭമായി എന്നും ദൈവബന്ധത്തിൽ കഴിഞ്ഞിരുന്ന ആദാമും ഹവ്വായും, അവിടെ ഹവ്വ എപ്പോൾ അവളുടെ ജീവിതത്തിൻ്റെ ശുഭ തുറമുഖങ്ങളിൽ നിന്ന് അവളുടെ നങ്കൂരമെടുത്തോ അവിടെ മനുഷ്യൻ്റെ വീഴ്ച ആരംഭിക്കുകയാണ്. പിന്നീട് എത്രയോ ഉദാഹരണങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. രൂത്തിന്റെ പുസ്തകം ആരംഭിക്കുന്നത് ഇപ്രകാരം ഒരു നങ്കൂരമെടുപ്പിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ്. രൂത്തിന്റെ പുസ്തകം ആദ്യം നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണല്ലോ, യഹൂദിയായിലെ ബേത്ലഹേമിൽ അക്കാലത്ത് ഒരു ക്ഷാമമുണ്ടായി. അവിടെ ഒരു മനുഷ്യനും അവൻ്റെ ഭാര്യയും 2 മക്കളും അവിടെ നിന്നും, ആ പട്ടണത്തിൻ്റെ പേരെന്താണ്? ബേത്ലഹേം. ബേത്ലഹേം ഇത്രയും അനുഗ്രഹകരമായ ഒരു സ്ഥലമാണല്ലോ. അപ്പത്തിൻ്റെ പട്ടണമായിരുന്നു, സമൃദ്ധിയുടെ പട്ടണമായിരുന്നു. ആ സമൃദ്ധിയുടെ പട്ടണത്തിൽ ഒരു ക്ഷാമമുണ്ടായപ്പോൾ ബേത്ലഹേമിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവിടെ നിന്ന് പോയി എന്ന് പറയുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ കൂടുതൽ മെച്ചമായ ഇടങ്ങളിലേക്ക് ദൈവം ഏൽപ്പിച്ച ശുഭതുറമുഖങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് എലീമേലേക്കും നവോമിയും മഹ്ളോനും കില്യോനും എന്ന് പറയുന്ന 2 മക്കളും അവരുടെ ഭാര്യമാരും ഇവിടെ നിന്ന് പോവുകയാണ്. പക്ഷേ എന്താണ് സംഭവിച്ചത് നിങ്ങൾക്കറിയാം. ഒരു 20 വാക്യങ്ങൾ പിന്നിടുമ്പോൾ 21-ാം വാക്യത്തിൽ നവോമി പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കുന്നത് എന്ത്? എന്നെ മാറാ എന്ന് വിളിപ്പിൻ. സർവശക്തൻ എന്നോട് ഏറ്റവും കൈപ്പായിട്ടുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. നിറഞ്ഞവളായി ഞാൻ പോയി. എപ്പോഴാണ് അവൾ പോയത്? ആക്ഷരികമായി നോക്കിയാൽ വലിയ ക്ഷാമത്തിന്റെയും പ്രതിസന്ധികളുടെയും മധ്യത്തിലാണ് പോയത്. പക്ഷെ ഇപ്പോൾ അവൾ തിരിച്ചറിയുകയാണ്, അന്ന് ക്ഷാമവും പട്ടിണിയും പ്രയാസവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ എന്തായിരുന്നു? ഞാൻ നിറഞ്ഞവളായിരുന്നു, ഞാൻ ശുഭതുറമുഖത്തായിരുന്നു. പക്ഷെ ദൈവമേൽപ്പിച്ച ശുഭതുറമുഖങ്ങളുടെ പരിമിതി വകവെക്കാതെ ഞാൻ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോയപ്പോൾ ഇവിടെ ഇതാ ഒഴിഞ്ഞവളായി എൻ്റെ ദൈവം എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. നമ്മുടെ ജീവിതങ്ങളിൽ ഓരോ ഇടങ്ങളിൽ ദൈവം നമ്മളെ ആക്കിയിട്ടുണ്ട് പ്രിയമുള്ളവരെ. ആ ആയിരിക്കുന്ന നിയോഗങ്ങൾ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുഭതുറമുഖങ്ങളാണ് എന്ന് നാം മറന്നു പോകരുത്. അത് നാം മറന്നുപോയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ നാശത്തിലേക്ക് അതുകൊണ്ട് എന്ന് എത്തിക്കും. യോന ദൈവം ഏൽപ്പിച്ചൊരു സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞ പ്രവാചകനാണ്. അവനെ സംബന്ധിച്ചിടത്തോളം നിനവയിലേക്ക് പോകുവാൻ ദൈവം പറഞ്ഞ ഇടമായിരുന്നു അവൻ്റെ ശുഭതുറമുഖം. പക്ഷെ അവൻ്റെ ബുദ്ധിയിൽ ചിന്തിച്ചപ്പോൾ അവൻ കരുതി അത് അശുഭ തുറമുഖമാണ്. അവൻ എവിടേക്കുള്ള കപ്പൽ കയറി? തർസീസിലോട്ടുള്ള കപ്പൽ കയറി. അതായിരുന്നു അവൻ്റെ അശുഭ തുറമുഖം. അതുകൊണ്ട് മാർട്ടിൻ ഹെഡഗർ എന്ന് പറയുന്ന ചിന്തകനാണ് 2 തരത്തിലുള്ള ചിന്താഗതിയെ പറ്റി പറയുന്നത്. ഒന്ന് മെഡിറ്റേറ്റീവ് തിങ്കിങ്ങും 2 കാൽക്കുലേറ്റീവ് തിങ്കിങ്ങുമാണ്. അത് സുവിശേഷപരവുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത സമയത്ത് ഒരു പുസ്തകത്തിൽ ഞാൻ ഒരു ചിന്ത വായിക്കുകയുണ്ടായി. മെഡിറ്റേറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിൽ ചിന്തിച്ച് പറയുമ്പോൾ ക്രിസ്തു പടക് നന്നാക്കിക്കൊണ്ടിരുന്ന ശിഷ്യന്മാരെ വിളിച്ചു, എൻ്റെ പിന്നാലെ വരിക. അവരെന്ത് ചെയ്തു? ഉടനെ തന്നെ പടകും വലയും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു. അത് ധ്യാനാത്മക ചിന്തയാണ്. ഒന്നും കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, ഒന്നും വേണമെന്നോ ഇന്നത് കിട്ടുമെന്നോ ഒരു ചിന്തയും ഇല്ലാതെ അവൻ്റെ വിളിയുടെ പിന്നാലെ പോയി. അതേത് ചിന്തയാണ്? മെഡിറ്റേറ്റീവ് തിങ്കിങ് ആണ്. രണ്ടാമത്തെ ചിന്ത എന്താണെന്നറിയാമോ? കാൽക്കുലേറ്റീവ് തിങ്കിങ് ആണ്, ഗണനാത്മകമായ ചിന്ത. അതിന് വേദപുസ്തകത്തിലെ ഉത്തമ ഉദാഹരണം യൂദാസാണ്. 2 തവണ നമുക്ക് കാണാം. ഒന്നാമത് അവൻ പറയുന്നുണ്ട്, ആ വിലയേറിയ തൈലം കൊണ്ടുവന്ന് കർത്താവിൻ്റെ കാല് പൂശിയപ്പോൾ അവൻ പറഞ്ഞ എന്താണ്? ഈ തൈലം 300 ദീനോറോയ്ക്ക് വിറ്റ്
ദരിദ്രർക്ക് കൊടുക്കരുതായിരുന്നു. ദരിദ്രർക്ക് കൊടുക്കാന്നുള്ളത് മാറ്റിവെച്ചോ, അവൻ ചിന്തിച്ചത്, കാൽക്കുലേറ്റ് ചെയ്തത് അതിൻ്റെ മൂല്യമാണ്. മറ്റൊരു സമയത്ത് അവൻ ചോദിക്കുന്നുണ്ട്, ഞാൻ അവനെ നിങ്ങൾക്ക് കാണിച്ചു തരാം, എനിക്ക് നിങ്ങൾ എന്ത് തരും? കാൽക്കുലേറ്റീവാണ്. ഇപ്പൊ ശുഭ തുറമുഖങ്ങൾ ഉപേക്ഷിച്ചു പോകുവാൻ തക്കവണ്ണം പലപ്പോഴും നമുക്കിടയാവുന്ന എന്താണെന്നറിയാമോ? ഈ കാൽക്കുലേറ്റീവ് തിങ്കിങ്ങിൻ്റെ അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ വഴികൾ പോകുമ്പോഴാണ്. കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ കൂടെ വളരുന്നുണ്ട്. പ്രത്യേകിച്ച് മാതാപിതാക്കൾ നിങ്ങളെ നോക്കുന്ന ഒരു കാലമുണ്ടല്ലോ കുഞ്ഞുങ്ങളെ. അവർ നിങ്ങളുടെ കൈ പിടിച്ച് നിങ്ങളെ ഇറക്കി വിടുന്നത് വരെയുള്ള കാലം, അത് നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ ഭവനമുണ്ടല്ലോ, അത് നിങ്ങളുടെ ശുഭതുറമുഖമാണ്. ഇന്ന് എത്രയോ കുഞ്ഞുങ്ങളാണ് ആ ശുഭതുറമുഖം ഉപേക്ഷിച്ച് പോയിട്ട് ആ ഭവനത്തിന് മുഴുവൻ പിന്നീട് അശുഭകരമായ വാർത്തകൾ സമ്മാനിക്കുന്നത്. എന്തുകൊണ്ടാണ് ദൈവം നമ്മളെയൊക്കെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ ഈ ശുഭതുറമുഖത്തിൻ്റെ അനുഭവമാണെന്നൊരു തിരിച്ചറിവ് നമുക്കില്ലാതെ പോകുന്നത്? അതുകൊണ്ട് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന ഇടങ്ങൾ ശുഭതുറമുഖങ്ങളാണെന്ന ബോധ്യത്തിൽ അവനോട് ആലോചന ചോദിക്കാതെ നമ്മുടെ ജീവിതമാകുന്ന കപ്പൽ അവിടെ നിന്നെടുത്താൽ വലിയ ദുരന്തങ്ങളിലേക്ക് പോകും. ഞാൻ മുമ്പ് ശുശ്രൂഷ അനുഷ്ഠിച്ചിരുന്ന ഒരു ദേവാലയത്തിൽ ഒരു മനുഷ്യനെ എനിക്കറിയാം. വലിയ ബിസിനസ്സൊക്കെ നടത്തി നല്ല നിലയിലുണ്ടായിരുന്ന ഒരാളാണ്. പിന്നീടാണ് ഒരു സുപ്രഭാതത്തിൽ അറിയുന്നത് ഇയാൾ വലിയ കടക്കണിയിലാണെന്ന്. അവിടുത്തെ ആ ഗൃഹനായിക എന്നോട് പറഞ്ഞു, എന്നോട് പോലും ചോദിച്ചില്ല അച്ഛാ, എന്നോട് പോലും ഒരു വാക്ക് പറഞ്ഞില്ല. മറ്റൊരു ബിസിനസ്സിന് തുടങ്ങുവാൻ വേണ്ടി, പങ്ക് ബിസിനസ് തുടങ്ങുവാൻ വേണ്ടി ലക്ഷങ്ങളുടെ ബാധ്യത ബാങ്കുമായിട്ട് ഏറ്റെടുത്തു. ആ ബിസിനസ് നഷ്ടമാവുകയും പൊളിഞ്ഞ് നാശമായി. ശുഭമായിരുന്ന ഒരിടത്ത് നിന്ന് ഇന്നിപ്പം മക്കളെ കെട്ടിക്കാൻ വേണ്ടി കടം മേടിക്കേണ്ട അവസ്ഥയിലേക്ക് വലിയ നിലയിലുണ്ടായിരുന്നൊരു മനുഷ്യൻ പെട്ടെന്ന് താണു പോവുകയാണ്. ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന ശുഭ തുറമുഖങ്ങളിൽ നിന്ന് അവനോട് ആലോചന ചോദിക്കാതെ നമ്മുടെ ജീവിതത്തിൻ്റെ നങ്കൂരം നാം എടുത്താൽ ഈശാനമുലൻ്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. രണ്ടാമത്, എന്തുകൊണ്ടാണ് ഈ കപ്പൽ ഈശാനമുലൻ്റെ അനുഭവങ്ങളിലേക്ക് പോയത്? ഇന്ന് നമ്മുടെ ജീവിതങ്ങളിലും ഈശാനമുലൻ അടിക്കുവാനുള്ള രണ്ടാമത്തെ കാരണം എന്താണ്? രണ്ടാമത്തെ കാരണം 11-ാം വാക്യമാണ്. 27-ാം അധ്യായം 11-ാം വാക്യം. 10-ാം വാക്യം ഞാൻ ഒന്നുകൂടി വായിക്കാം. പുരുഷന്മാരെ, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും കൂടി ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നുവെന്ന് അവരെ പ്രബോധിപ്പിച്ചു. ശതാധിപനോ പൗലോസ് പറഞ്ഞതിനേക്കാൾ കപ്പിത്താൻ്റെയും കപ്പലുടമസ്ഥൻ്റെയും, ഒരുപക്ഷെ നിങ്ങളുടെ വേദപുസ്തകത്തിൽ മാലുമി എന്ന പദമായിരിക്കും മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്, കപ്പലുടമസ്ഥൻ്റെയും വാക്ക് അധികം വിശ്വസിച്ചു. അപ്പോഴതാണ് പ്രശ്നം. ദൈവഹിതം പറഞ്ഞ പ്രവാചകന്റെ വാക്കിനേക്കാൾ കപ്പലുടമസ്ഥൻ്റെയും കപ്പലുടമയുടെയും വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തൊരു ജീവിതം. ദൈവഹിതത്തേക്കാൾ മനുഷ്യൻ്റെ ബുദ്ധിയിലും മനുഷ്യൻ്റെ കഴിവിലും ആശ്രയിച്ചതിൻ്റെ ഒരു വലിയ പരാജയമാണ് ഈശാനമുലൻ്റെ അനുഭവം ഇവരുടെ ജീവിതത്തിൽ, ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുവാനുള്ള കാരണം. നിങ്ങൾ ഓർക്കണം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ കപ്പലിൻ്റെ കാര്യം. ഈ കപ്പൽ അലക്സാന്ദ്രിയയിൽ നിന്ന് റോമിലേക്ക് പോകുന്ന വലിയ വ്യാപാര സാധനങ്ങളുള്ള ധാന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന, കച്ചവടം ചെയ്ത് ലാഭമുണ്ടാക്കുവാൻ തക്കവണ്ണമുള്ള പ്രധാന ലക്ഷ്യത്തോടെ പോകുന്ന കപ്പലുടമസ്ഥനും കപ്പലുടമയുമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാക്കിന് വില കൊടുത്തുകൊണ്ട് പൗലോസ് പറഞ്ഞതിനെ വില കുറച്ച് കണ്ടു എന്നുള്ളതാണ്, ദൈവഹിതത്തിനെതിരായിട്ട് അവർ വലയിറക്കി എന്നുള്ളതാണ് അവരുടെ രണ്ടാമത്തെ പരാജയം. മനുഷ്യൻ്റെ ബുദ്ധിയിലും മനുഷ്യൻ്റെ കഴിവിലും ആശ്രയിച്ചുകൊണ്ട് ദൈവഹിതത്തിനെതിരായിട്ടുള്ള യാത്രകൾ നമ്മുടെ ജീവിതത്തെ ദുരന്തങ്ങളിൽ കൊണ്ടുവന്നെത്തിക്കും. പക്ഷെ ഇവർ മറന്നുപോയൊരു കാര്യമുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കപ്പലുടമസ്ഥൻ എന്നും അതുവഴി പോകുന്നതായിരിക്കാം, ഇതുവഴി മുമ്പേ യാത്ര ചെയ്തിട്ടുണ്ടായിരിക്കാം. ഈ കപ്പിത്താനും ഈ കപ്പൽ അതുവഴി പലതവണ ഓടിച്ചതായിരിക്കാം. അവർ പൗലോസിനെ വില കുറച്ച് കണ്ടപ്പോൾ അവർ തിരിച്ചറിയാതെ പോയൊരു യാഥാർത്ഥ്യമുണ്ട്. പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ യാത്ര ഇതേ റൂട്ടിൽ എത്ര തവണ നടത്തിയിട്ടുണ്ടെന്നറിയാമോ? ഇതിന് മുമ്പാണ് പൗലോസ് തൻ്റെ 3 മിഷണറി യാത്രകൾ നടത്തിയിട്ടുള്ളത്. ഏതാണ്ട് 1400 മൈലുകൾ ഇതേ കപ്പലിലൂടെ യാത്ര ചെയ്ത ആൾ തന്നെയാണ് ആര്? പൗലോസ്. അവരതിനെ വില കുറച്ച് കണ്ടുകൊണ്ടാണ് അവൻ പറയുന്നതിനും അപ്പുറം കപ്പലുടമസ്ഥൻ്റെയും കപ്പിത്താൻ്റെയും വാക്കുകൾക്ക് വില കൊടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ്. അല്ലെങ്കിലും എപ്പോഴും മനുഷ്യൻ്റെ ഒരു ത്വര ദൈവത്തെ തോൽപ്പിക്കലാണ്. ബാബേലിൽ തുടങ്ങിയതാണ്. ദൈവത്തോളം എത്തുവാനോ ദൈവത്തെ തോൽപ്പിക്കുവാനും
മനുഷ്യൻ ചരിത്രത്തിൽ ആദ്യം മുതലേ പരിശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ കാക്കനാടൻ ഒരു കഥ എഴുതിയിട്ടുണ്ട്. ബാബേൽ എന്ന് തന്നെയാണ് അതിൻ്റെ പേര്. അതിലൊരു ഗുരുവുണ്ട്. ഒരു പ്രത്യേക സന്ധിയിൽ അദ്ദേഹം തൻ്റെ അനുചരന്മാരോട് പറയുന്നൊരു വാക്യമുണ്ട്. അതെ, നാം ഇന്നൊരു യുദ്ധത്തിൽ ദൈവങ്ങളെ തോൽപ്പിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഈ കൊറോണയൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പേ നമ്മുടെ ആത്മീകമായ പരിസരങ്ങളിൽ പോലും ദൈവഹിതത്തിനും അപ്പുറം മനുഷ്യന്റെ ബുദ്ധിക്കും മനുഷ്യന്റെ ചിന്തയ്ക്കും ആർഭാടത്തിന്റെ പിന്നാലെ വല്ലാതെ നാം പോയിരുന്നു എന്നുള്ളൊരു സത്യം ഈ കാലഘട്ടത്തിലെങ്കിലും നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ദൈവഹിതത്തിന് പ്രാധാന്യം കൊടുക്കാതെ നാം പോയി നമ്മുടെ ബുദ്ധിയിലും ശരണത്തിലും മാത്രം ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിടത്ത് നമുക്ക് പരാജയമുണ്ടായി. കൊറോണ ആദ്യം ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്ത സ്ഥലം ഇറ്റലി ആയിരുന്നുവല്ലോ. ഓരോ ദിവസവും 3000-4000 പേരെ കുഴിച്ചിടേണ്ട സാഹചര്യം ആ കാലഘട്ടത്തിൽ ലോകം മുഴുവൻ വിറങ്ങലിച്ച ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഒരു അവസാനത്തിലേക്ക് വരുമ്പോൾ ഇറ്റലിയിലെ പ്രധാനമന്ത്രി നടത്തിയൊരു വാർത്താ സമ്മേളനം നിങ്ങൾ കേട്ട് കാണും. അദ്ദേഹം പത്രമാധ്യമങ്ങളോടെല്ലാം വിളിച്ചിട്ട് ഓരോ ദിവസവും 4000, 5000, 7000, 10000 പേര് മരിക്കുമ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് അവസാനം ഒരു കുറ്റസമ്മതം പോലെ കുനിഞ്ഞ മുഖത്തോടെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ശാസ്ത്രത്തിന് ചെയ്യാവുന്നതും സർക്കാരിന് ചെയ്യാവുന്നതും ഒക്കെ ഇറ്റലി ചെയ്തു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഒരു രക്ഷയുണ്ടാകണമെങ്കിൽ അത് മുകളിൽ നിന്ന് വരണം. ശാസ്ത്രത്തിന് ചെയ്യാവുന്നതും സർക്കാരിന് ചെയ്യാവുന്നതും ഒക്കെ ഇറ്റലി ചെയ്തു കഴിഞ്ഞു. ഈ ഒരു തിരിച്ചറിവിൽ എന്നാണ് നമ്മുടെ ജീവിതങ്ങൾ മുന്നോട്ട് വരിക? ആരൊക്കെ സഹായിച്ചാലും എവിടെയൊക്കെ സഹായങ്ങൾ തേടിപ്പോയാലും പ്രിയമുള്ളവരെ, നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ കഴിവിലും അഹങ്കരിച്ചുകൊണ്ട് നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കപ്പുറം ദൈവത്തിന് മാത്രം പ്രവർത്തിക്കുവാൻ തക്കവണ്ണം കഴിയുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുമെന്ന ബോധ്യം നമുക്കുണ്ടാകണം. അതില്ലാതെ നമ്മുടെ കഴിവിലും ബുദ്ധിയിലും ആശ്രയിച്ചു പോയാൽ നമ്മുടെ ജീവിതങ്ങളിൽ ഓർക്കാപ്പുറത്തുള്ള നിമിഷങ്ങളിൽ തകർത്തു കളയാവുന്ന ഈശാനമുലന്റെ അനുഭവങ്ങൾ അടിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ ജീവിതങ്ങളിൽ ദൈവത്തേക്കാൾ പ്രാധാന്യം ഒന്നിനും ഉണ്ടാകാൻ പാടില്ല. ദാവീദിന്റെ ഏറ്റവും മനോഹരമായ ചിത്രമാണല്ലോ അന്ത്യത്താഴത്തിൻ്റെ ചിത്രം. സാധാരണ അദ്ദേഹം ചെയ്യുന്നത് പോലെ ഈ ചിത്രവും വരച്ച് പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ട് തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ വിളിച്ച് ആ ചിത്രം വരയ്ക്കുന്ന മുറിയിൽ കൊണ്ടുപോയി ഈ ചിത്രം കാണിച്ചു. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ആ ചിത്രം നോക്കിയിട്ട് ആ സുഹൃത്ത് പറഞ്ഞു, ദാവീദ് എത്ര മനോഹരമായിരിക്കുന്നു ആ മാളിക മുറി. എന്നാൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ആ ചിത്രത്തിൽ നീ വരച്ചിരിക്കുന്ന ക്രിസ്തുവിൻ്റെ കയ്യിലിരിക്കുന്ന ആ പാനപാത്രം. എത്ര മനോഹരമായിരിക്കുന്നു ആ പാനപാത്രം എന്ന് പറഞ്ഞു. ഇത് കേട്ടതും ദാവിഞ്ചി മൗനത്തോടെ തൻ്റെ പെയിൻ്റ് എടുത്തുകൊണ്ട് പോയി ക്രിസ്തുവിൻ്റെ കയ്യിലിരുന്ന ആ പാനപാത്രം ആ ചിത്രത്തിൽ നിന്ന് മായിച്ചു കളഞ്ഞു. ഈ സുഹൃത്ത് വല്ലാതെ അമ്പരന്ന് പോയി. നോക്കൂ, ഇത്ര മനോഹരമായൊരു ചിത്രം വരയ്ക്കുക, അതിലെല്ലാവരെയും ആകർഷിക്കത്തക്കവണ്ണം ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നല്ലതെന്ന് പറഞ്ഞപ്പോൾ അത് പോയി മായിച്ചു കളയുക. എന്താണിത് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഡാവിഞ്ചി പറഞ്ഞ മനോഹരമായൊരു ഉത്തരമുണ്ട്. എൻ്റെ ഈ ചിത്രത്തിൽ ക്രിസ്തുവിനേക്കാൾ മനോഹരമായതൊന്നും ഉണ്ടാകുവാൻ പാടില്ല. ക്രിസ്തുവിനേക്കാൾ മറ്റൊന്നും എൻ്റെ ജീവിതത്തിൽ ആരെയും ആകർഷിക്കുവാൻ തക്കവണ്ണം പാടില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ക്രിസ്തുവിനേക്കാൾ ആകർഷണീയമായി കാണുന്നതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിന് ദുഃഖവും ദുരിതവും സമ്മാനിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനേക്കാൾ പ്രാധാന്യമുള്ളതൊന്നും ഉണ്ടാകുവാൻ തക്കവണ്ണം പാടില്ല. ഈശാനമുലന്റെ അനുഭവത്തിൽ പൗലോസും സംഘവും പെട്ടുപോയതിന്റെ കാരണം ഒന്നാമത് ദൈവത്തോട് ആലോചന ചോദിക്കാതെ ദൈവം അവരെ ഏൽപ്പിച്ച ശുഭ തുറമുഖങ്ങളിൽ നിന്നും അവരവരുടെ ജീവിതമാകുന്ന തോണി എടുത്തു എന്നുള്ളതാണ്. രണ്ടാമത് ദൈവഹിതത്തിനും അപ്പുറം മനുഷ്യന്റെ കഴിവിലും ബുദ്ധിയിലും കപ്പിത്താന്റെയും കപ്പലുടമസ്ഥന്റെയും വാക്ക് കേട്ട് ദൈവബുദ്ധിയെ ദൈവത്തിന്റെ ആലോചനയെ മറച്ചു കളഞ്ഞു എന്നുള്ളതാണ്. മൂന്നാമത്തെ കാരണം എന്താണ്? 12-ാം വാക്യം. ആ തുറമുഖം ശീതകാലം കഴിക്കുവാൻ തക്കതല്ലായകയാൽ അവിടെ നിന്ന് നീക്കി തെക്ക് പടിഞ്ഞാറായും വടക്ക് പടിഞ്ഞാറായും തുറന്നു കിടക്കുന്ന ഫൊയ്നീക്ക എന്ന ക്രേത്ത തുറമുഖത്ത് കഴിവുണ്ടെങ്കിൽ ചെന്ന് ശീതകാലം കഴിക്കണം എന്നവർ തീരുമാനിച്ചു. ഇതും നമ്മൾ ഈ ഭൂമിശാസ്ത്രം പഠിച്ചെങ്കിലേ അതിൻ്റെ അർത്ഥം മനസ്സിലാവുകയുള്ളൂ. തിരുമേനിക്ക് അത് വളരെ പെട്ടെന്ന് മനസ്സിലാവും. തിരുമേനി നമ്മളെ പുതിയ നിയമം പഠിപ്പിച്ചതാണ്. തിരുമേനിയുടെ മുന്നിൽ ഇത് പറയുമ്പോൾ എനിക്ക് പേടിയുണ്ട്. എന്നിരുന്നാലും നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശുഭ തുറമുഖം അടയ്ക്കപ്പെട്ട ഒരു ചെറിയ സ്ഥലമാണ്. ഞങ്ങളുടെ ആലപ്പുഴ പോലെയൊക്കെ, കൊച്ചി പോലെയല്ല, കൊച്ചിയും ആലപ്പുഴയും പോലെയാണ്. തിരുമേനിക്ക് അത് നമ്മൾ ആ
പൗലോസിൻ്റെ യാത്രകളിൽ ഈ യാത്ര പ്രത്യേകമായിട്ട് നമ്മൾ ആ മാപ്പെടുത്ത് നോക്കിയാൽ നമുക്കിത് വളരെ പെട്ടെന്ന് മനസ്സിലാവും. ചെറിയ തുറമുഖമാണ്. അതായത് ഡൽഹി വരേണ്ട, ഇപ്പോൾ എല്ലാവരും ചോദിക്കലും ഈ അരമന ഇത്ര ഉള്ളിലോട്ട് മാറ്റിയത് എന്താണ്? ടൗണിൽ നിന്ന് ഉള്ളിലോട്ട് എപ്പോഴുമുള്ള അതേ കാര്യം. ഇവിടെ പെട്ടുപോയാൽ ന്യൂഡൽഹിയിലേക്ക് പോകുന്നത് പോലെയാണ്. അതൊരു അന്ന് കോസ്റ്റൽ ഏരിയയിലെ ശുഭ തുറമുഖം ഒരു ചെറിയ തുറമുഖമാണ്, ഇതൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഈ കപ്പൽ ഇവിടെ നിന്ന് എടുത്താലും 2 മാസം തണുപ്പ് വീഴുന്ന കാലമാണ്. 2 മാസം യാത്ര നടക്കൂല. അപ്പോൾ 2 മാസക്കാലം അല്ലെങ്കിൽ ഇവിടെ കിടക്കണം. അപ്പോൾ എന്ത് ചെയ്യുകയാണ്? ഫിനിക്സ് എന്ന് പറയുന്നത് അന്നത്തെ വലിയ തുറമുഖമാണ്, ഇന്നത്തെ കൊച്ചി പോലെ. അപ്പോൾ ചെറിയ തുറമുഖങ്ങളുടെ പരിമിതിയിൽ നിന്നും ദൈവം അതിന് കൊടുത്ത സുരക്ഷിതമായ സ്ഥലത്ത് നിന്നും കൊച്ചിയിൽ എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ പറയുമല്ലോ. ഇന്ന് സിറ്റിയിലേക്ക് പോയാൽ കൂടുതൽ ആഘോഷിക്കാനുള്ള എന്റർടൈൻമെന്റിന് വേണ്ടിയുള്ള ഒരുപാട് സാധ്യതകളും ഇവിടെ അതൊന്നുമില്ല. ഇപ്പൊ 2 മാസം കഴിക്കുമ്പോൾ കൂടുതൽ എന്റർടൈൻമെന്റിനുള്ള സാഹചര്യങ്ങൾ നോക്കുകയാണ്. ഇപ്പൊ കൂടുതൽ ആസ്വാദനം, കൂടുതൽ ആഘോഷം. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കപ്പലാണ്. കപ്പലുടമസ്ഥന്റെയും കപ്പിത്താന്റെയും ലക്ഷ്യം ഇതിന്റെ ചരക്ക് വിറ്റുള്ള വ്യാപാരത്തിൽ ഉണ്ടാകുന്ന ലാഭമാണ്. അതിവിടെ ആയാലും അവിടെ ആയാലും. അപ്പൊ അവിടെ റോമിൽ ചെല്ലുവാൻ താമസിച്ചാലും കൊച്ചിയിൽ കുറച്ചൊക്കെ വിൽക്കാം എന്നുള്ളതാണ്. അപ്പോൾ 3ാമത് ഈശാനമൂലൻ അടിക്കുവാനുള്ള കാരണം കൂടുതൽ ആസ്വാദനവും കൂടുതൽ ലാഭവുമുള്ള മേച്ചിൽപ്പുറങ്ങൾ തേടി എന്നുള്ളതാണ്. കൂടുതൽ ആസ്വാദനങ്ങളും കൂടുതൽ ലാഭകരവുമായ ഇടങ്ങൾ തേടുന്നിടത്ത് മനുഷ്യ ജീവിതങ്ങളിൽ ഇന്ന് ഈശാനമൂലന്റെ അനുഭവം ഉണ്ടാവുകയാണ്. പ്രിയമുള്ളവർ, നമ്മൾ നമ്മുടെ ജീവിതങ്ങളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കേണ്ടത് ആവശ്യമാണ്. ലോത്ത് ഒന്നുമില്ലാത്ത മനുഷ്യനായിരുന്നു. അപ്പനും അമ്മയും മരിച്ചു പോയപ്പോൾ അബ്രഹാം കൂടെ കൂട്ടിയതാണ്. കുഞ്ഞായിരുന്നപ്പം കൂടെ നടത്തി വളർത്തി. കനാനിലോട്ട് പുറപ്പെട്ടപ്പോഴും അവനെ മാത്രം കൂടെ വിളിച്ചു. കൂടെ ഉണ്ടായിരുന്ന അവൻ അബ്രഹാമിൻ്റെ കൂടെ ചേർന്ന് എല്ലാം പഠിച്ചു. ആടുമാടിനെ വളർത്താനും ഒക്കെ പഠിച്ചു. പക്ഷേ കനാൻ വന്നു കഴിഞ്ഞപ്പോൾ കൂടുതൽ നീരോട്ടമുള്ളതും കൂടുതൽ ഫലഭൂയിഷ്ടിയുള്ളതുമായ ഇടങ്ങൾ കണ്ടപ്പോൾ ലോത്ത് അതിരുകൾ വികസിപ്പിക്കുകയാണ്. വികസിപ്പിച്ച് സ്വന്തം ദേശം തെരഞ്ഞെടുത്ത് അധാർമികതയുടെ ഈറ്റില്ലമായ സോദോം വരെ അതിര് നീക്കി അടിച്ചു. അതിന്റെ ബാക്കി പത്രമാണ് ലോത്തിന്റെ ജീവിതത്തിൽ പിന്നീടുണ്ടാകുന്ന ദുരന്തങ്ങൾ. കൂടുതൽ ലാഭകരം, കൂടുതൽ മോഹകരമായത് തേടിപ്പോകുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ ഈശാനമൂലന്റെ അനുഭവങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു പ്രഭാഷണം കേട്ടു, ഒരു മുസ്ലിം മൗലവിയുടേതാണ്. അതിൽ അദ്ദേഹം പങ്കുവെച്ചൊരു സംഭവമുണ്ട്. സൗദിയിൽ നമുക്കറിയാം, മദ്യവും മറ്റു കാര്യങ്ങളും ഒന്നും തന്നെ പരസ്യമായി ചെയ്യുന്നതിന് വിലക്കുകളുള്ളൊരു രാജ്യമാണ്. മദ്യവും മയക്കുമരുന്നും ആസ്വാദനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പരസ്യമായി ചെയ്യാൻ വിലക്കുള്ള രാജ്യമാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഒരു ദിവസം സൗദിയിലെ പ്രധാനപ്പെട്ട മുസ്ലിം ദേവാലയത്തിൽ നിസ്കാരം നടക്കുന്ന സമയത്ത്, ഒരു ചെറുപ്പക്കാരൻ നിസ്കരിക്കുന്ന സമയത്ത് എല്ലാവരും കേൾക്കെ ചങ്ക് തകർന്ന് നിലവിളിക്കുകയാണ്. ഇപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഈ മൗലവി ഈ ചെറുപ്പക്കാരനെ വിളിച്ച് അടുത്ത് കൊണ്ടുവന്ന് മൈക്കിൻ്റെ അടുത്ത് തന്നെ നിർത്തിയിട്ട്, എന്താണ് നീ ഇങ്ങനെ കരയണത് എന്ന് ചോദിച്ച് പറഞ്ഞപ്പോൾ അവൻ ഈ മൈക്കിനകത്ത് കൂടെ അവൻ്റെ അനുഭവം പറയാൻ വേണ്ടി അവസരം ചോദിച്ചിട്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞ അനുഭവം ആ പള്ളിയിലുള്ള അത് കേട്ട സകല മനുഷ്യരെയും കരയിപ്പിച്ചു എന്ന് ഇദ്ദേഹം പറയുകയുണ്ടായി. അനുഭവം ഇതാണ്: ഈ സംഭവം നടക്കുന്നതിൻ്റെ തലേ വെള്ളിയാഴ്ചയാണല്ലോ അവിടെ അവധി. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയിൽ ഉറ്റിരിക്കേണ്ട പ്രധാനപ്പെട്ട ദിവസമാണ്. ഈ ചെറുപ്പക്കാരൻ വളരെ പയസ്സായിട്ടുള്ള വളരെ ഭക്തനായ ഒരു മുസ്ലിം യുവാവാണ്. അദ്ദേഹം എന്നും എല്ലാ നിസ്കാരങ്ങളും തികയ്ക്കുന്ന ഒരാളാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായ 3-4 പേർ ചേർന്ന് അവിടെ സാധാരണ ചെയ്യുന്നത്, ഇവിടെ ഇതൊക്കെ ചെയ്യാൻ വിലക്കുള്ളത് കൊണ്ട് വീക്കെൻഡ് ആകുമ്പം റോഡ് വേയിലൂടെ അടുത്തുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഈ ചെറുപ്പക്കാർ പോകും. വീക്കെൻഡ് അവിടെ പോയി മദ്യത്തിലും എന്തൊക്കെയാണോ ഒരു യൗവനത്തിൽ അവർ ആസ്വദിക്കേണ്ട മോഹങ്ങൾ, ആ മോഹങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി ബൈ റോഡ് ട്രാവൽ ചെയ്ത് അടുത്ത് പോകാവുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന ഒരു സംഘം ഇവൻ്റെ കൂട്ടുകാരിലും ഉണ്ടായിരുന്നു. അവർ അതിന് തൊട്ട് മുമ്പിലത്തെ ആഴ്ചയിൽ ഈ ചെറുപ്പക്കാരനെയും വിളിച്ചു, നീയും ഞങ്ങളോട് കൂടെ വരണമെന്ന്. അവൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടും വ്യാഴാഴ്ച വൈകിട്ട് ഇവരെല്ലാവരും കൂടി ഇവനെയും കൂടെ കയറ്റി ഈ യാത്ര ആരംഭിക്കുകയാണ് സന്ധ്യയ്ക്ക്. പിറ്റേ ദിവസം പോയി ജീവിതത്തിൻ്റെ ആസ്വാദികരമായ മോഹകരമായ കാര്യങ്ങളെല്ലാം ആസ്വദിക്കണം. അതിനുവേണ്ടി ഇവർ പങ്കുവെച്ച് പോവുകയാണ്. ഈ യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ
ഈ കുഞ്ഞിൻ്റെ മനസ്സിൽ മാത്രം ഒരു പേടിയാണ്. ഇവൻ പറഞ്ഞടാ ഞാൻ വരുന്നില്ല, എനിക്കൊരു പേടി, എൻ്റെ മനസ്സിലൊരു പേടി, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. എന്നിട്ടും ഇവനെയും കൂടെ നിർബന്ധിച്ച് ഈ യാത്രയിൽ കൂടെ കൂട്ടി. സൗദിയുടെ അതിർത്തിയാകുന്നതിന് മുമ്പ് ഇവൻ മുമ്പിലിരുന്ന് ഉറങ്ങുന്ന ഇവനൊരു സ്വപ്നം കാണുകയാണ്. ദൈവം അവനെ തോന്നിപ്പിച്ചതുപോലെ വലിയൊരു തീഗോളം ഇവൻ സ്വപ്നം കാണുകയാണ്. എന്തൊക്കെയോ ദുസ്വപ്നങ്ങൾ ഇവനെ അലട്ടുകയാണ്. ഇവൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, എന്നെ ഇവിടെ ഇറക്കി വിട്ടേരെന്ന് പറഞ്ഞ് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു മറ്റുള്ളവരിവനെ കളിയാക്കി, ഈ രാത്രി നീ എങ്ങനെ പോകും, എന്നാലും നീ പോവാണേ പൊക്കോന്നും പറഞ്ഞ് ഈ അതിർത്തിയിൽ ഈ ചെറുപ്പക്കാരനെ ഇറക്കി വിട്ടിട്ട് അവൻ അതിര് കടന്ന് അവരുടെ ആസ്വാദനത്തിൻ്റെ ലോകത്തേക്ക് പോയി. ഈ മനുഷ്യൻ രാത്രിയിൽ തിരിച്ച് നടക്കുകയാണ്. തിരിച്ച് ഈ റോഡിലൂടെ മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ കുറേ സമയം കഴിഞ്ഞപ്പോൾ, ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാർ പോയ രാജ്യത്ത് നിന്നും ഒരു വണ്ടിയിൽ മറ്റൊരു മനുഷ്യൻ സൗദിയിലേക്ക് തിരികെ വരികയാണ്. ആ മനുഷ്യൻ ഈ ചെറുപ്പക്കാരൻ നടക്കുന്നത് കണ്ട് ഇവനെയും ആ വാഹനത്തിൽ കയറ്റി. ഇവനിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഇവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇവൻ മുഴുവനായിട്ടും ഒന്നും പറഞ്ഞില്ല. എന്നാലും ഈ മനുഷ്യൻ പറഞ്ഞു ഞാൻ നേരത്തെ ഇവിടെ പോകേണ്ടതാണ്, പക്ഷേ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി അതിർത്തിയിൽ ഒരു ഡിവൈഡറിൽ ഒരു വലിയ വാഹനാപകടം, ഒരു വാഹനം അപകടത്തിൽപ്പെട്ടിട്ട് അതിലുണ്ടായിരുന്ന 5 ചെറുപ്പക്കാരും ആ വാഹനത്തിന് തീ പിടിച്ച് വെന്ത് മരിച്ചിരിക്കുകയാണ്. അത് കാരണം റോഡ് ബ്ലോക്ക് ആയിരുന്നത് കൊണ്ടാണ് എനിക്ക് അവിടുന്ന് വരുവാൻ ഞാൻ താമസിച്ചു പോയതെന്ന് പറഞ്ഞു. ഈ ചെറുപ്പക്കാരന് പെട്ടെന്ന് തോന്നിയിട്ട് അവൻ ഫോൺ എടുത്ത് വിളിച്ചപ്പോൾ ആരും എടുക്കുന്നില്ല. പിറ്റേ ദിവസത്തിൽ അവൻ അറിയുകയാണ് ഈ ആസ്വാദനത്തിന് വേണ്ടി പോയ ഇവന്റെ 5 കൂട്ടുകാരുമാണ് ഈ വാഹനത്തിൽ അതിർത്തി കടന്നപ്പോൾ തന്നെ അവർ വാഹനത്തിൽ വെച്ച് മദ്യത്തിന്റെ കുപ്പിയെടുത്ത് ഇത് അടിച്ചിട്ട് മദ്യം കഴിച്ചിട്ട് വാഹനം ഓടിച്ച് ഡിവൈഡറിൽ ചെന്ന് കയറി റോഡിൽ മറിഞ്ഞ് വാഹനം തീപിടിച്ച് ഈ 5 കുഞ്ഞുങ്ങളും അവിടെ മരിക്കുകയാണ്. ഈ സംഭവം ഈ മനുഷ്യൻ ഏറ്റു പറഞ്ഞുകൊണ്ട് ഈ ദൈവസന്നിധിയിൽ അവൻ പശ്ചാത്തപിച്ച് പറഞ്ഞ സംഭവം ലോകമെമ്പാടുമുള്ള അനവധി സഹോദരങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വെളിച്ചം നൽകിയ സംഭവമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളും ഒട്ടും പുറകിലൊന്നുമല്ല. നമ്മുടെ ജീവിതങ്ങളിൽ ഞാൻ പാലായിൽ ബ്രില്യൻ്റ് കോച്ചിങ് സെൻ്ററിനോടനുബന്ധിച്ചാണ് എൻ്റെ പള്ളി. കൂടുതലും കുഞ്ഞുങ്ങളാണ്, നമ്മുടെ സഭയിലെ ഒത്തിരി മിടുക്കരായ കുഞ്ഞുങ്ങൾ. രാവിലെ വന്ന ആരാധനയിൽ എന്നോടൊപ്പം സംബന്ധിക്കുന്ന മിടുക്കരായ ധാരാളം കുഞ്ഞുങ്ങൾ അവിടെയുണ്ട്. 7 മണിക്ക് പഠിക്കാനുള്ള പുസ്തകവും കൂടെ കയ്യിലെടുത്തുകൊണ്ട് മദ്ബഹായിൽ വന്ന് ശുശ്രൂഷിക്കുന്ന നല്ല കുഞ്ഞുങ്ങളെ മറന്നുകൊണ്ടല്ല ഞാനിത് പറയുന്നത്. പക്ഷെ അവർ തന്നെ എന്നോട് പറയും, അച്ഛാ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഈ സമയത്തും ധാരാളം ഓർത്തഡോക്സ് കുഞ്ഞുങ്ങൾ വേറെയുമുണ്ട്. അവർ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ കണക്റ്റഡ് ആണ്. ദേ ആർ കണക്റ്റഡ് ടു നെറ്റ്വർക്ക്. വിളിച്ചാലും വരൂല. ആരാധനയുടെ അനുഭവങ്ങളിൽ നിന്ന് ആസ്വാദനത്തിന്റെയും ലാഭത്തിന്റെയും തലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ ഈശാനമൂലന്റെ അനുഭവങ്ങൾ അടിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് കൂടുതൽ ലാഭകരം, കൂടുതൽ മോഹകരം ഇടങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കുന്നത് സാത്താനാണെന്ന ബോധ്യത്തിൽ നമ്മുടെ ജീവിതങ്ങളെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. 4ാമത് ഈശാനമൂലന്റെ അനുഭവം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള കാരണം, 4ാമത്തെ കാരണം ഞാൻ ഈ വായിച്ച വാക്യത്തിന്റെ അവസാന വാക്യമാണ്. ഫൊയ്നീക്യ എന്ന ക്രേത്താ തുറമുഖത്ത് ചെന്ന് കഴിവുണ്ടെങ്കിൽ ശീതകാലം കഴിക്കണമെന്ന്. അടുത്ത വാക്ക് എന്താണ്? അടുത്ത വാക്ക് മിക്ക പേരും ആലോചന പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആ കപ്പൽ 276 പേരുണ്ട്. പൗലോസ് ആദ്യം പറഞ്ഞു പോകരുതെന്ന്. കപ്പലുടമസ്ഥനും എൻ്റെ കപ്പിത്താനും പറഞ്ഞു പോകണമെന്ന്. അപ്പോൾ എന്ത് പറ്റി? ഇവർ ഈ തീരുമാനം വോട്ടിനിട്ടു. ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ മിക്ക പേരും ആലോചന പറഞ്ഞു. ഭൂരിപക്ഷം പേര് പറഞ്ഞത് ശരിയാണെന്ന് കരുതി വോട്ടെടുത്തു. അപ്പോൾ ദൈവഹിതത്തിനെതിരെ ഭൂരിപക്ഷം നോക്കി എന്നുള്ളതാണ് 4ാമത്തെ കാരണം. ഇന്ന് സഭയുടെ പശ്ചാത്തലത്തിലൊക്കെ ഇത് വളരെയേറെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. ഭൂരിപക്ഷത്തിന്റെ ഹിതം ദൈവഹിതമാണോ? വിശുദ്ധ വേദപുസ്തകത്തിൽ മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോയപ്പോൾ ജനത്തിൽ ഭൂരിപക്ഷം പേരും വന്നിട്ട് പറഞ്ഞു വി വാണ്ട് അനദർ ഗോഡ്, ഞങ്ങൾക്ക് ആരാധിക്കുവാൻ മറ്റൊരു ദൈവം. അഹറോൻ അത് ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഭൂരിപക്ഷത്തിന്റെ ഹിതം ദൈവഹിതമായിരുന്നോ? പിന്നീട് ഇച്ചിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ശമൂവേലിന്റെ കാലം കഴിയുമ്പോൾ ജനങ്ങൾ വന്നിട്ട് പറയുകയാണ് നിന്റെ പുത്രന്മാർ നിന്നെ പോലെ ന്യായം നടത്തുവാൻ യോഗ്യരല്ല, അവർ നിന്റെ വഴിയിൽ നടക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങളെ നയിക്കുവാൻ രാജാവിനെ തരണം. അപ്പൊ തന്നെ ശമൂവേൽ പറയുന്നുണ്ട് ഇന്ന് നിങ്ങൾ രാജാവിനെ ചോദിക്കുന്നുവെങ്കിൽ ഈ രാജാവിനെ ചോദിച്ചതുകൊണ്ട് യഹോവയുടെ കോപം നിങ്ങളുടെ മേലുണ്ട്. നാളെ ഈ രാജാവിനെ ചൊല്ലി തന്നെ നിങ്ങൾ ദുഃഖിക്കും. പിന്നീട് ഇസ്രായേൽ രാജ്യം 2ആയി മാറുന്നതിന്റെ ചരിത്രവും പ്രവാസത്തിന്റെ ഒക്കെ കാരണങ്ങളും ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. ഭൂരിപക്ഷത്തിന്റെ ഹിതം ശരിയുടെ ഹിതമായിരുന്നോ? ഇസ്രായേലിയുടെ മിസ്രൈമിലേക്കുള്ള യാത്രയിൽ പലയിടങ്ങളിൽ വെച്ചും
ഇസ്രായേൽ ജനം അവർ പുറപ്പെട്ടു വന്ന മിസ്രൈമിലെ നാട് എത്രയോ നല്ലതായിരുന്നെന്നും അവിടേക്ക് ഞങ്ങളെ തിരിച്ചുകൊണ്ട് വിട്ടാൽ മതിയെന്നും മോശയോട് പറയുന്നുണ്ട്. പല പ്രാവശ്യം അവരെ തിരിച്ചുകൊണ്ട് വിട്ടിരുന്നെങ്കിൽ അത് ശരിയുടെ ഹിതമായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരാം. എല്ലാവരും സംഘം ചേർന്ന ഒരു ദിവസമുണ്ടല്ലോ, ഇസ്രായേൽ ജനം മുഴുവനും ക്രിസ്തുവിനെ ക്രൂശീകരിക്കുന്ന ദിവസം. ആർത്തട്ടകസ് ജനത്തിൽ ഭൂരിപക്ഷവും വിളിച്ചു പറഞ്ഞു, യേശുവിനെ ക്രൂശിക്ക, ബറാബാസിനെ വിട്ടുതരിക. ഭൂരിപക്ഷത്തിന്റെ ഹിതം ദൈവഹിതമായിരുന്നു. ഈശാനമുലന്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുവാനുള്ള കാരണം ദൈവഹിതത്തിനെതിരായി ഭൂരിപക്ഷത്തിന്റെ ഹിതമല്ല നമ്മൾ നോക്കേണ്ടത്. ഇന്ന് ഒരു കുഞ്ഞ് പള്ളി വന്നു, ചെറുപ്പക്കാരൻ പള്ളി വന്നു, മുടി ഇങ്ങി വരെ നീട്ടി ഇവിടെ വരെ ഏതാണ്ടൊക്കെ കാണിച്ച പാൻറ് ഇവിടെ വരെയൊക്കെ ഇട്ട്. അവനോട് ഞാൻ ചോദിച്ചു, എടാ മോനെ, നീ പള്ളി വരുമ്പോൾ ഇത് ചെയ്യാമോ? എല്ലാവരും ചെയ്യുന്നില്ലയോ? ഇപ്പം എല്ലാവരും തിരിച്ചു ചോദിച്ചാലും ഈ ഭാഗത്ത് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. എല്ലാവരും ചെയ്യുന്നുണ്ട്, ഭൂരിപക്ഷവും ചെയ്യുന്നുണ്ട് എന്നത് തെറ്റ് ചെയ്യുവാനുള്ള, ദൈവഹിതത്തിനെതിരെ ജീവിക്കുവാനുള്ള കാരണമല്ല. നമ്മളെ ആക്കിയിരിക്കുന്നത് നിങ്ങൾ ലോകത്തിലായിരിക്കുന്നുവെങ്കിലും ലോകക്കാരായിരിക്കുവാനല്ല. യോഹന്നാൻ ലേഖനത്തിൽ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ടല്ലോ, കുഞ്ഞുങ്ങളെ ഓരോരുത്തരോടും പറയുകയാണ്, ബാല്യക്കാരെ ഓരോരുത്തരുടെ പേര് വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവത്തിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിൽ നിന്നുള്ളതെല്ലാം ദൈവത്തിൽ നിന്നല്ല, ലോകത്തിൽ നിന്ന് അത്രയാകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്ക് നിലനിൽക്കും. ഈ വിധത്തിൽ ദൈവമേൽപ്പിച്ച ശുഭതുറമുഖങ്ങളെ ഉപേക്ഷിച്ചു പോയപ്പോൾ, ദൈവഹിതത്തിനെതിരായി മനുഷ്യന്റെ ബുദ്ധിയിലും കഴിവിലും ശക്തിയിലും പരിചയത്തിലും ആശ്രയിച്ചപ്പോൾ, ദൈവഹിതത്തിനെതിരായി കൂടുതൽ നയനാനന്ദകരമായ, കൂടുതൽ മോഹകരമായ, കൂടുതൽ ലാഭകരമായ ഇടങ്ങൾ തേടിപ്പോയപ്പോൾ, ദൈവഹിതത്തിനെതിരായി ഭൂരിപക്ഷം നോക്കിപ്പോയപ്പോൾ, അന്ന് ഈ കപ്പലിന്റെ മേൽ ഈശാനമുലൻ അടിച്ചെങ്കിൽ ഇതേ ജീവിത സാഹചര്യങ്ങളിൽ പോകുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ ഇന്ന് മഹാമാരികളാകുന്ന ഈശാനമുലന്റെ അനുഭവങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, ഈ ഈശാനമുലൻ, അതാണ് അവിടെ പറഞ്ഞത്, അങ്ങനെ അവർ മുന്നോട്ട് പോയപ്പോൾ അവരുടെ ജീവിതത്തിൽ ഈശാനമുലൻ അടിച്ചു. ഇനി ഈശാനമുലൻ അടിച്ചതിൻ്റെ കോസസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതിൻ്റെ ചില സിംറ്റംസ് ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഈശാനമുലൻ അടിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വളരെ വേഗം ഞാനത് പറയാം. ഞാൻ ചുമ്മാ പറയുന്നില്ല കേട്ടോ, ഈ വേദവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പറയാം. എന്താണ് അതിൻ്റെ സിംറ്റംസ്? 15-ാം വാക്യം, കപ്പൽ കാറ്റിൻ്റെ നേരെ നിൽക്കുവാൻ കഴിയാതെ വണ്ണം കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ടങ്ങനെ പാറിപ്പോയി. കപ്പൽ അവരുടെ കയ്യിൽ നിന്ന് പാറിപ്പോയി. നമ്മുടെ ജീവിതങ്ങളിൽ ഈശാനമുലൻ അടിച്ചിട്ടുണ്ടോ പ്രിയമുള്ളവരെ? ഉണ്ടെന്ന് ഞാൻ പറയും. എൻ്റെ ജീവിതത്തിൽ 15 വർഷമാവുന്നതേ ഉള്ളൂ ഞാൻ അച്ഛനായിട്ട്. ഈ ജീവിതത്തിനുള്ളിൽ തന്നെ എത്ര പേർ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം, അച്ഛാ ജീവിതം എൻ്റെ കൈ നിൽക്കുന്നില്ല, ജീവിതം അങ്ങനെ പാറിപ്പോവുകയാണ്, നമ്മൾ ഉദ്ദേശിച്ച കരക്കടിപ്പിക്കുവാന്നൊക്കെ വണ്ണം കഴിയാതെ വാർദ്ധക്യമായിട്ടും ജീവിതത്തിൻ്റെ കടിഞ്ഞാൻ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന അനവധി കുടുംബങ്ങൾ നിങ്ങളുടെ പൗരോഹിത്യ ശുശ്രൂഷയിലും വൈദികർ അനേകം പേരെ കാണുന്നുണ്ടാവും. നമ്മുടെ ജീവിതങ്ങളിലും ഒട്ടും തികച്ചും വിഭിന്നമല്ലല്ലോ അനുഭവങ്ങൾ. നമ്മൾ മനുഷ്യരാണ്. എത്ര ശ്രമിച്ചിട്ടും നമ്മുടെ കയ്യിൽ നിൽക്കാതെ വണ്ണം നമ്മുടെ കയ്യിൽ നിന്ന് പാറിപ്പോകുന്ന ജീവിതങ്ങൾ, മനുഷ്യന്റെ കയ്യിൽ നിന്നും അവന്റെ ജീവിതത്തിന്റെ കടിഞ്ഞാൻ വിട്ടുപോവുകയാണ്. എന്തുകൊണ്ടാണ്? ദൈവഹിതത്തിനെതിരായ യാത്രയായതുകൊണ്ടാണ്. നിങ്ങൾ ഓർക്കണം, ആദാമിന്റെ ഹവ്വായുടെയും ജീവിതം അവരുടെ കയ്യിൽ നിന്ന് പാറിപ്പോയ ജീവിതമാണ്. പാപം കൊണ്ട് അവർ പാറിപ്പോയി. 2 മക്കളുണ്ടായി, ഒരാൾ കൊലപാതകനായി, ഒരാൾ കൊല ചെയ്യപ്പെട്ടു. പാറിപ്പോകുന്ന ജീവിതങ്ങളാണ് നമ്മുടെ ജീവിതങ്ങൾ. നമ്മുടെ കൈവിട്ട് പാറിപ്പോകുന്നുണ്ട് പ്രിയമുള്ളവരെ. പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞിട്ടുണ്ട്, ഈ അടുത്ത സമയത്ത് പറഞ്ഞു, ആദിമസഭയിൽ ഉണ്ടായിരുന്ന ഒരു വേദവിപരീതമായിരുന്നല്ലോ ഗ്നോസ്റ്റിസിസം, ജ്ഞാനവാദം. ഈ അടുത്ത സമയത്തെ പോപ്പിന്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്, ഇന്നത്തെ സമൂഹത്തിലും ഒരു പാപമുണ്ട്, എ മോഡേൺ ഗ്നോസ്റ്റിസിസം, ഒരു ആധുനിക ജ്ഞാനവാദം ഇന്ന് നമ്മുടെ തലമുറയെ ഗ്രസിച്ചിട്ടുണ്ട്. ജ്ഞാനവാദം നമുക്കറിയാം, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അദ്ദേഹം മോഡേൺ ഗ്നോസ്റ്റിസിസം എന്താണെന്ന് പറയുന്നത് ഇപ്രകാരമാണ്, ഇഫ് സംബഡി ഹാവ് ആൻ ആൻസർ ഫോർ എവരി ക്വസ്റ്റ്യൻ ഹീസ് ഇൻ ഡേഞ്ചർ എന്നാണ്. എല്ലാ ചോദ്യങ്ങൾക്കും ഇന്ന് നിങ്ങൾക്ക് ഉത്തരമുണ്ടോ എങ്കിൽ നിങ്ങൾ അപകടത്തിലാണ്. എല്ലാ ചോദ്യങ്ങൾക്കും മനുഷ്യന്റെ കയ്യിൽ ഉത്തരമുണ്ടെങ്കിൽ പിന്നെ ദൈവം എന്തിനാണ്?
എല്ലാ ചോദ്യങ്ങൾക്കും ഇന്ന് എന്ത് ചോദ്യം ചോദിച്ചാലും പറയും. ഇന്നിപ്പം പ്രത്യേകിച്ച് ഓൺലൈൻ ക്ലാസ്സിൻ്റെ കാലമാണ്. എൻ്റെ കൊച്ചിനോടായാലും എന്തെങ്കിലും ചോദിച്ചാൽ എല്ലാത്തിൻ്റെ കയ്യിൽ ഉത്തരമുണ്ട്. ഗൂഗിളിൽ അടിച്ചു നോക്കുക, വി ഹാവ് ആൻസർ ഫോർ എവറി ക്വസ്റ്റ്യൻ. എല്ലാ ചോദ്യങ്ങൾക്കും മനുഷ്യന്റെ കയ്യിൽ ഉത്തരമുണ്ടോ? എങ്കിൽ ഇന്ന് മനുഷ്യന്റെ ജീവിതം അപകടത്തിലാണ് പ്രിയമുള്ളവരെ. ദൈവമുമ്പാകെ മനുഷ്യൻ മുട്ടുകുത്തുന്നത് അവന്റെ ജീവിതത്തിലെ ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങൾക്ക് വേണ്ടിയാണ്. ദൈവസന്നിധിയിൽ നിന്ന് മാത്രം വരേണ്ട ഉത്തരങ്ങൾ, അങ്ങനെ ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നമ്മുടെ പൂർവികർക്കുണ്ടായിരുന്നത് കൊണ്ടാണ് മുട്ടുകുത്താനേ അവർക്ക് സമയമുണ്ടായിരുന്നുള്ളൂ. അറിയാൻ മേല നാളത്തെ ജീവിതം ചോദിക്കുന്ന ചോദ്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാൻ മേല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ പറയുകയാണ്, നീ മാത്രമാണ് ഉത്തരം, നീ തരണം, നിന്റെ കയ്യിൽ മാത്രമാണ് മറുപടി. നാളെ കുഞ്ഞുങ്ങളെ എങ്ങനെ പുലർത്തും, നാളെ എങ്ങനെ അവർക്ക് ഭക്ഷണം കൊടുക്കും, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും? പാറിപ്പോകാതെ അവരവരുടെ ജീവിതത്തെ ചേർത്ത് നിർത്തിയത് അവരുടെ കയ്യിൽ ഒന്നിനും ഉത്തരമില്ലായിരുന്നു. അവരുടെ മുമ്പിൽ ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമ്മുടെ കയ്യിൽ എല്ലാത്തിനും ഉത്തരമുണ്ട്, പക്ഷെ അതിലൊന്നും ദൈവത്തിന്റെ ആലോചനയില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മുടെ കൈവിട്ടങ്ങനെ പാറിപ്പോവുകയാണ് പ്രിയമുള്ളവർ. രണ്ടാമത് അതിന്റെ ലക്ഷണം എന്തെന്നറിയാമോ? 16-ാം വാക്യം, ക്ലൗദ എന്ന ചെറിയ ദ്വീപിന്റെ മറപറ്റി ഓടിയിട്ട് അവർ പ്രയാസത്തോടെ ഒരു തോണി കൈവശമാക്കി. വളരെ വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വാക്യമാണ്. കപ്പലിൽ പോകുന്നവർ വള്ളം പിടിച്ച് കയറ്റുകയാണ്. അവർ പോകേണ്ടത് വലിയ കപ്പലിലാണ്, പക്ഷെ അവരെന്ത് ചെയ്യുകയാണ്? അത് ഉൾക്കടലിൽ കൂടെ പോകണ കപ്പൽ കരപറ്റി ഓടിയിട്ട് അവിടുന്ന് ഒരു ലൈഫ് ബോട്ട് പിടിച്ച് കയറ്റുകയാണ്. ഇന്ന് നമ്മുടെ ജീവിതങ്ങളിലും മുങ്ങിപ്പോകുമെന്നാകുമ്പോൾ രക്ഷിക്കുവാൻ കഴിയാത്ത, നമ്മളെ രക്ഷപ്പെടുത്തുവാൻ കഴിയാത്ത ഒരുപാട് രക്ഷാസങ്കേതങ്ങൾ തേടി പോകുന്നവരാണ് നമ്മൾ. ഒരുപാട് രക്ഷാസങ്കേതങ്ങൾ. പക്ഷെ ആരില്ലെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുമോ? ഞാൻ പോകുന്ന ഒരു പള്ളിയിൽ, നേരത്തെ പോയിക്കൊണ്ടിരുന്ന പള്ളിയിൽ, ഇപ്പോൾ ഇതൊക്കെ ലൈവ് ആയതുകൊണ്ട് സൂക്ഷിച്ച് പറയണം, ഒരു പള്ളിയിൽ എനിക്ക് ശുശ്രൂഷകരുണ്ടായിരുന്നില്ല. ഞാൻ ഒന്ന് രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ പോയാണ് അവിടെ ശുശ്രൂഷ നടത്തുന്നത്. പിന്നെ ഈ പഠിക്കാൻ വരുന്ന കുഞ്ഞുങ്ങൾ ഉണ്ട്. കൊറോണ ഒക്കെ ആയപ്പം പഠിക്കാൻ വരുന്ന കുഞ്ഞുങ്ങളെ കിട്ടണില്ലല്ലോ, ഇപ്പം ക്ലാസ് ഇല്ല. അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ അവിടെ ഒരാൾ പറഞ്ഞു, ഈ പള്ളി പണ്ട് മദ്ബഹായി കയറിക്കൊണ്ടിരുന്ന ഒരാളുണ്ട്, അവനെ ഒന്ന് അച്ഛൻ പോയി കണ്ടാൽ വരുമായിരിക്കും. അപ്പോൾ അവൻ്റെ അപ്പനും അമ്മയൊക്കെ മരിച്ചുപോയി, അതുകൊണ്ട് അച്ഛനൊന്ന് പോയി. ഞാൻ അവനെ ഒരാഴ്ച പോയി, 2 ആഴ്ച പോയി. പറഞ്ഞു അടുത്ത ആഴ്ച 6 മണിന്നൊരു സമയം ഉണ്ടെങ്കിൽ ഞാൻ പള്ളിയിൽ ഉണ്ടാകുമെന്ന് എന്നോട് പറഞ്ഞു. അടുത്ത ആഴ്ച അവൻ വന്നില്ല. വിളിച്ചപ്പോൾ പറഞ്ഞു പണിക്കായിരുന്നു എന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച 6 മണിക്ക് ഉറപ്പായിട്ട് വരുമെന്ന് പറഞ്ഞു. 5:50 ഒരു പയ്യൻ മാത്രമേ എൻ്റെ കൂടെ ഉള്ളൂ. ഇവനോട് വന്നാൽ സഹായമാണല്ലോ. അപ്പോൾ ഞാൻ അവനെ അവിടുന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്താണ് അവൻ്റെ വീട്. 5:50 വന്നില്ല. ഞാൻ സ്കൂട്ടർ എടുത്ത് അവൻ്റെ വീട്ടിൽ പോയി. രാവിലെ 5:50 സമയം. പ്രിയമുള്ളവർ, നിങ്ങൾ കേൾക്കണം. 5:50 ഞാൻ ചെന്ന് കോളിംഗ് ബെല്ലടിച്ച് വാതിൽ തുറക്കുമ്പോൾ ഒരു ഗ്ലാസ്സിൽ മദ്യത്തിൻ്റെ പകുതിയും മറുകയിൽ സോഡായുമായിട്ട് കാലിടറി ഇവൻ ഞായറാഴ്ച രാവിലെ മദ്ബഹായിൽ കയറിക്കൊണ്ടിരുന്നൊരു ചെറുപ്പക്കാരൻ കാലിടറി വാതിൽ തുറക്കാണ്. അവൻ എന്നെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവൻ എന്നെ കണ്ടുടനെ വല്ലാതെ വിഷമിച്ചു. ഞാൻ ചോദിച്ചെടാ, ഞായറാഴ്ച രാവിലെ ആയിട്ട് മദ്ബഹായിൽ ഒരിക്കൽ കയറിക്കൊണ്ട് നിന്ന് നീ ഇത് ചെയ്യണമായിരുന്നു, നീ ഇന്ന് വരാമെന്ന് പറഞ്ഞിരുന്നതല്ലേ? അപ്പം അവൻ പറഞ്ഞു, അപ്പനും അമ്മയൊക്കെ പോയി വെച്ചാൽ ഇപ്പം ആകെ ഒരു ആശ്രയം ഇതാണ്. അവനിപ്പോൾ കയറിയിരിക്കുന്ന രക്ഷയുടെ ഈ മദ്യത്തിൻ്റെ തോണി അവനെ രക്ഷിക്കുമോ? അവനെ ലക്ഷ്യത്തിലെത്തിക്കുമോ? ഈശാനമൂലന്റെ അനുഭവങ്ങൾ ജീവിതത്തിൽ അടിക്കുമ്പോൾ സഹായിക്കുവാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിലേക്ക് രക്ഷയുടെ സങ്കേതങ്ങൾ തേടി ഓടരുത്. കൊറോണ ആയ നാളെ മുതൽ എല്ലാവരും പരസ്പരം രക്ഷിക്കാൻ വേണ്ടി എത്രയോ വഴികളാണ് സമൂഹ മാധ്യമങ്ങളിൽ. ചിലർ പറയുന്നു ചൂടുവെള്ളത്തിൽ നാരങ്ങ ഒഴിച്ച് കുടിച്ചാൽ മതി രക്ഷപ്പെടാമെന്ന്. ചിലർ പറഞ്ഞു ഉപ്പുവെള്ളം ഗാർഗിൾ ചെയ്താൽ മതി എന്ന്. ഇങ്ങനെ പരസ്പരം രക്ഷപ്പെടുവാൻ യഥാർത്ഥത്തിൽ കഴിയാത്ത 100 വഴികൾ തേടിക്കൊണ്ട് പരസ്പരം രക്ഷിക്കുവാൻ നമ്മൾ ഓടുകയാണ്. ചിലർ അക്ഷരാർത്ഥത്തിൽ തന്നെ രക്ഷകെട്ടാൻ ഓടിയവരുണ്ട്. മറ്റുള്ളവരുണ്ട്. ഇവിടെ തന്നെ പറയുന്നുണ്ട്, ഞാൻ സമയം അധികം എടുക്കുന്നില്ല. പിന്നീട് പറയുന്നുണ്ട്, അവര് കപ്പലിൽ നിന്ന് ചരക്കൊക്കെ എടുത്ത് വെളിയിൽ കളഞ്ഞു. അതുവരെ ഈ ചരക്ക് കൊണ്ട് ലാഭം ഉണ്ടാക്കാൻ ഓടിയവർ ഇപ്പോൾ അത് തങ്ങൾക്ക് അപകടമാകണമെന്ന് കഴിയുമ്പോൾ ആ ചരക്ക് അവരുടെ കയ്യിൽ നിന്നും എടുത്ത് കളയുകയാണ്. അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, വളരെ നാളായിട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, 14 ദിവസമാണ് കേട്ടോ. 14 ദിവസമായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ വല്ലാത്ത കൊടുങ്കാറ്റടിച്ചു കൊണ്ടിരിക്കാൻ ഞങ്ങൾ രക്ഷപ്പെടുമെന്ന ആശയൊക്കെയും അറ്റുപോയി. അവർ വളരെ പട്ടിണി കിടന്നു. രക്ഷപ്പെടുമെന്ന ആശയൊക്കെയും നശിച്ചു പോയൊരു ലോകമാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ, ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയൊരു രോഗമെന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഡിപ്രഷനാണ്, നിരാശയാണ്. രക്ഷപ്പെടുമെന്ന അവസ്ഥയൊക്കെ പോയിട്ട് നിരാശയാണ്. 4-5 ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ പള്ളിയിൽ, കഴിഞ്ഞ ആഴ്ച എനിക്ക് പോകാൻ പറ്റിയിരുന്നില്ല പള്ളിയിൽ.
5 ദിവസം മുമ്പ് എൻ്റെ പള്ളിയിൽ 78 വയസ്സുള്ളൊരു അമ്മച്ചിയുണ്ട്. എന്നെ രാത്രി 8 മണിയായപ്പം വിളിച്ചു. ഒരൊറ്റയ്ക്കാണ് കഴിയണത്. നമ്മൾ എന്താ അമ്മച്ചി? അച്ഛാ, വല്ലാത്തൊരു ഭയം മനസ്സിൽ വന്നതുകൊണ്ട് അച്ഛനോട് വിളിക്കാമല്ലോ, വേറെ ആരെയാണ് വിളിക്കണേ? ഒരു ഭയം. അപ്പുറത്തെ 2 വീടുകളിൽ ഓരോ മരണം നടന്നു. ഞാൻ ഒറ്റയ്ക്കല്ല ഉള്ള അച്ഛാ. ഭയമാണ്. ഈ ഭയത്തിൻ്റെയും നിരാശയുടെയും അനുഭവങ്ങളിൽ വാതിലുകൾ അടച്ചിരിക്കുന്ന ഒരു സമൂഹമാണ് പ്രിയമുള്ളവർ. പക്ഷേ അവിടെ ആ ഉയർപ്പിൻ്റെ സന്ധ്യയിൽ വാതിലുകൾ അടച്ചിരുന്ന ശിശു സമൂഹത്തിന് നടുവിലേക്ക് ഇറങ്ങി വന്നൊരു ദൈവം ഇവിടെ ഈ കപ്പലിലേക്കും ഇറങ്ങി വരികയാണ്. നിങ്ങൾ ഓർക്കണം, ആദ്യം പൗലോസ് അവരോട് ഒരു വാക്കേ പറഞ്ഞുള്ളൂ, യാത്ര പുറപ്പെടരുത്. പിന്നീട് 14 ദിവസം ഈ പറഞ്ഞ ഇത്രയും സംഭവങ്ങൾ ഈ കപ്പലിൽ നടന്നിട്ടും പൗലോസ് ഒരു വാക്കുപോലും പറഞ്ഞില്ല. കാരണം പൗലോസ് വാ തുറക്കണമെങ്കിൽ അവൻ തന്നെ പറയുന്ന ഒരു കാര്യവും അവൻ പറഞ്ഞിട്ടില്ല. ദൈവം പറയാത്ത ഒരു വാക്കിനും പൗലോസ് വാ തുറന്നിട്ടില്ല. ഈ 14 ദിവസങ്ങളിൽ അവരുടെ നിരാശപ്പെട്ട് ഇനി എല്ലാ വഴികളും, രക്ഷപ്പെടുവാനുള്ള എല്ലാ വഴികളും അടഞ്ഞ് സൂര്യനെയും ചന്ദ്രനെയും കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ചെറിയ കാര്യമായി നമ്മൾ വിചാരിക്കരുത്. കൊടുങ്കാറ്റിൻ്റെ തീവ്രത മാത്രമല്ല അതിനുള്ളത്. അന്ന് ഏത് ദിശയാണ്, പകലാണോ രാത്രിയാണോ, എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ നിയന്ത്രിക്കുന്നത്, ചിന്തിക്കുന്നത്, മനസ്സിലാക്കുന്നത് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും പ്രയാണം നോക്കിയാണ്. അപ്പോൾ എവിടെയാണ് ജീവിതം ഇനി മുന്നോട്ട് പോകേണ്ടതെന്നറിയാതെ അവരുടെ ജീവിതം സ്റ്റക്കായി കഴിഞ്ഞപ്പോൾ പൗലോസ് അവരോട് പറഞ്ഞു തുടങ്ങുന്നത് പാപബോധത്തെ പറ്റിയാണ്. ഈ നോമ്പിലും GPS ഞാൻ പറഞ്ഞു തുടങ്ങിയിടത്തേക്ക് തിരിച്ചു വരികയാണ്. ദൈവവുമായുള്ള ബന്ധത്തെ നിങ്ങൾ എവിടെ നിൽക്കുന്നുവെന്ന് പൗലോസ് അവരെ ഓർമ്മിപ്പിച്ചത് ഇപ്രകാരമാണ്: ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഈ യാത്രയിലെ തുടക്കത്തിന് മുമ്പേ ഇത് അവിടെ നിന്ന് നീക്കാതിരുന്നിരുന്നുവെങ്കിൽ ഈ ഈശാനുവലിന് അടിക്കില്ലായിരുന്നു. അത് കേൾക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു അനുതാപമുണ്ടല്ലോ. അതുണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഈ പൗലോസിൻ്റെ ദൈവപുരുഷൻ എങ്ങനെയാണ്, അതേ കപ്പലിൽ ഉണ്ടായിരുന്ന പൗലോസും ജനങ്ങളും ഇതിനെ അഭിമുഖീകരിച്ചത് എങ്ങനെയാണ്. ഈ 14 ദിവസം മറ്റുള്ളവർ ഇതിനെ അഭിമുഖീകരിച്ച കാര്യമാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഈ 14 ദിവസം പൗലോസ് എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളത് ഇനി നമ്മൾ കേൾക്കണം. അവിടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പൗലോസ് എന്ത് ചെയ്യുകയായിരുന്നു? പൗലോസിന് എങ്ങനെയാണ് ധൈര്യത്തോടെ നിൽക്കാൻ പറ്റിയത്? അതിൻ്റെ ഒരു ഉത്തരം ആദ്യം മുതൽ നമ്മൾ കേൾക്കണം. അവിടെ 9-ാം വാക്യത്തിൽ ഇപ്രകാരം ചെറിയൊരു വാക്ക് പറഞ്ഞു പോകുന്നുണ്ട്: ഇങ്ങനെ വളരെ നാൾ ചെന്ന ശേഷം നോമ്പും കഴിഞ്ഞിരിക്കെ. അവിടെയാണ് ഉത്തരം. ബാക്കിയുള്ളവരെല്ലാം കലങ്ങിപ്പോയപ്പോൾ പൗലോസ് എന്തുകൊണ്ട് ശാന്തനായി ഈ ആഴക്കടലിൽ ഉലയുന്ന തോണിമേൽ പൗലോസ് മാത്രം എന്തുകൊണ്ട് ശാന്തനായി നിന്നു? അവൻ ഈ യാത്ര ആരംഭിച്ച ദിവസം, ഇന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, AD 59 ഒക്ടോബർ മാസം 5-ാം തീയതിയാണ് ഈ യാത്ര നടന്നത്. അത്രമാത്രം പഠനങ്ങൾ ഇന്ന് ഇതിനെപ്പറ്റി നടന്നിട്ടുണ്ട്. AD 59 ഒക്ടോബർ മാസം 5-ാം തീയതിയാണ് ഈ യാത്ര നടന്നത്. യഹൂദന്മാരുടെ കണക്ക് പ്രകാരം ആ ദിവസം യഹൂദന്മാരുടെ പാപപരിഹാര പെരുന്നാളാണ്. യോം കിപ്പൂർ എന്ന് പറയുന്ന പാപപരിഹാര പെരുന്നാൾ. ബാക്കിയുള്ളവരൊന്നും അത് ഓർത്തു കാണുകയല്ല. പക്ഷേ പൗലോസ് നോമ്പെടുത്ത് കഴിഞ്ഞപ്പോഴാണ് അവൻ പറയുന്നത്, ഈ യാത്ര ഇന്ന് അപകടകരമാണ്. നോമ്പിലെ പ്രാർത്ഥനയിലാണ് പൗലോസിന് വെളിപാട് കിട്ടുന്നത്. ഈ കപ്പൽ ഇവിടെ നിന്ന് നീക്കിയാൽ അപകടമാണ്. പൗലോസ് എങ്ങനെയാണ് പ്രിയമുള്ളവരെ ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ദൈവപുരുഷനായി ജ്വലിച്ചു നിന്നത്? നോമ്പെടുത്തത് കൊണ്ടാണ്. നോമ്പാൽ ശോഭിതനായി മോശ ഏലിയാ നബി വാനേറി, നോമ്പേറ്റതിനാൽ പൈതങ്ങൾ തീജ്വാലയിൽ നിന്ന് രക്ഷിതരായി. പൗലോസ് ഈ പ്രതിസന്ധിയിൽ ഉറച്ചു നിന്നതിന്റെ കാരണം നോമ്പെടുത്ത് യാത്ര തുടങ്ങിയത് കൊണ്ടാണ്. ഇവിടെ നിന്ന് നമുക്കൊന്ന് ആരംഭിക്കാൻ കഴിയണം പ്രിയമുള്ളവരെ. ഇതൊരു തുടക്കമാകട്ടെ. ഈശാനമുലന്റെ അനുഭവങ്ങൾ മാറുവാൻ തക്കവണ്ണം ഈ നോമ്പിൽ നമുക്ക് ശരണപ്പെടാം. നോമ്പെടുത്തപ്പോൾ എന്ത് പറ്റി? ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ വാക്യം ഒന്നുകൂടി പറയുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നലെ രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതൻ എൻ്റെ അടുക്കൽ വന്നു. നോക്കിയാട്ടെ, കപ്പൽ ആടിമറിയുകയാണ്. കാണുവാൻ സൂര്യനില്ല, ചന്ദ്രനില്ല, നക്ഷത്രങ്ങളില്ല. എവിടെ പോകുമെന്നറിയില്ല. ബാക്കിയുള്ളവർ ചരക്കുകൾ എറിഞ്ഞു കളഞ്ഞു. മരണം മുന്നിൽ കാണുമ്പോൾ ഇവിടെ ഇതാ ദൈവപുരുഷൻ മരണത്തെ അല്ല, ദൈവത്തെ മുന്നിൽ കാണുകയാണ്. ഇതാണ് ആത്മീകമായ പ്രതിസംസ്കാരം എന്ന് പറയുന്നത്. ഇവിടെയാണ് ഒരു പ്രവാചകൻ ജനിക്കുന്നത്. ഇവിടെയാണ് ഒരു പുരോഹിതൻ ഉണ്ടാകുന്നത്. ജനം മുഴുവൻ നിരാശയുടെ അനുഭവങ്ങളിലേക്ക് പോകുമ്പോൾ നോമ്പെടുത്തുകൊണ്ട് പൗലോസ് പറയുകയാണ്, നാം നശിച്ചു പോവുകയില്ല. ഇന്നലെ ദൈവത്തിന്റെ ദൂതൻ എൻ്റെ അടുക്കൽ വന്നു. പ്രിയമുള്ളവരെ, ഈ തീച്ചൂള സമാനമായ അനുഭവങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് എത്ര പേർക്ക് ഈ ദൈവ സാന്നിധ്യബോധം അനുഭവിച്ചറിയുവാൻ കഴിയുന്നുണ്ട്?
അതേ കപ്പലിലാണ് നാമും, അതേ കപ്പലിലാണ് പൗലോസും. പക്ഷേ ജനങ്ങളോടൊപ്പം പൗലോസ് ആയിരുന്നിട്ടും പൗലോസിനെ ആ പ്രതിസന്ധി അവന്റെ ജീവിതത്തെ നയിക്കുന്നില്ല. ആ പ്രതിസന്ധികളുടെ മധ്യേ ഉദിച്ചുയരുവാൻ തക്കവണ്ണം പൗലോസിന് കഴിയുന്നത് നോമ്പെടുത്തത് കൊണ്ടാണ്. അവൻ ദൈവദൂതന്റെ അനുഭവം അവന്റെ ജീവിതത്തെ തിരിച്ചറിയുകയാണ്. എന്നിട്ട് എന്താ ചെയ്തത്? ജനങ്ങൾക്ക് പ്രത്യാശ കൊടുക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ കപ്പൽ നശിച്ചു പോയേക്കാം, പക്ഷേ നമ്മുടെ പ്രാണന് യാതൊരു കീടുമുണ്ടാവുകയില്ല. ഇതാണ് പ്രത്യാശ. ഈ മഹാമാരികളുടെ അനുഭവത്തിൽ പ്രിയമുള്ളവരെ, അനേകർ നമ്മളെ വിട്ടുപോയേക്കാം, പക്ഷേ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നാം ദൈവാലോചനയോടെയാണ് നടക്കുന്നതെങ്കിൽ, നമ്മുടെ പ്രാണനാപത്തില്ലാതെ നമ്മളെ വഴി നടത്തുവാൻ കഴിയുന്നൊരു ദൈവം നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അത് കഴിഞ്ഞ് പൗലോസ് പറയുന്ന ആ വാക്യമുണ്ടല്ലോ, അതിന് ഞാൻ ആക്ഷരികമായിട്ടുള്ളതല്ല, ഒരു ആലങ്കാരികമായ വ്യാഖ്യാനം നൽകുവാനാണ് ആഗ്രഹിക്കുന്നത്. അത് കഴിഞ്ഞ് പൗലോസ് പറയുന്നു, എന്നാൽ നാം ഒരു ദ്വീപിൽ മുട്ടി വീഴേണ്ടതാകും. നാം ഒക്കെ മുട്ടി വീഴേണ്ട ആ ദ്വീപ് ക്രിസ്തുവാണ്. ഈ പ്രതിസന്ധികളിൽ നമുക്ക് മുട്ടുവാൻ മറ്റൊരു വാതിലില്ല പ്രിയമുള്ളവരെ. നാം മുട്ടി വീഴേണ്ട, സാഷ്ടാംഗം വീഴേണ്ട ഒരു വാതിലുണ്ടെങ്കിൽ, ഒരു ദ്വീപുണ്ടെങ്കിൽ അത് ക്രിസ്തുവാണ്. ആ ദ്വീപിൽ ഈ കപ്പലിടിച്ചു നിന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഒരാളിന്റെ പോലും ജീവനാപത്തുണ്ടാകാതെ അവരെല്ലാം സുരക്ഷിതമായി കൈക്കൊണ്ട ആ ദ്വീപ് ആക്ഷരികമായി മാൾട്ട എന്ന് പറയുന്ന ദ്വീപാണെങ്കിൽ, ഇവിടെ ആത്മികമായ അർത്ഥത്തിൽ നമ്മൾക്ക് സുരക്ഷിതമായി ഒരിടം ഇനി ഈ ലോകത്തിലുണ്ടെങ്കിൽ അത് അരുമനാഥന്റെ ഹൃദയത്തിൽ മാത്രമാണെന്ന ബോധ്യത്തിൽ നമ്മുടെ ജീവിതങ്ങളെ അങ്ങോട്ട് നേർപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം കഴിയണം. ഇത് പറഞ്ഞ് പൗലോസ് അവരെ ബലപ്പെടുത്തി കഴിയുമ്പോൾ, അവിടെ ഈ അത്ഭുതം നടക്കുന്നതിന് മുമ്പേ, ഈ ദ്വീപിലേക്ക് നടക്കുന്നതിന് മുമ്പേ ഒരു വലിയ കാര്യം കൂടി പൗലോസ് ചെയ്യുന്നുണ്ട്. അതുകൂടെ പറഞ്ഞ് ഞാൻ ചിന്തകളെ അവസാനിപ്പിക്കുക. അതെന്നെ വളരെ ആകർഷിച്ച ഒരു കാര്യമാണ്. അവിടെ പൗലോസ് അവരോട് പറയുകയാണ്, അവർ ഭക്ഷണം കഴിച്ചിട്ട് കുറേ നാളായി. പൗലോസ് അവരോട് പറഞ്ഞു, 35-ാം വാക്യം നമ്മൾ ആവർത്തിച്ച് പ്രത്യേകിച്ച് പുരോഹിതന്മാർ ആ വാക്യം ആവർത്തിച്ച് പറയണം. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ അപ്പം എടുത്ത് എല്ലാവരും കാണുകയും ദൈവത്തെ വാഴ്ത്തിയിട്ട് നുറുക്കി തിന്നു തുടങ്ങി. വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ കർത്താവ് ചെയ്ത അതേ വാചകങ്ങൾ ഇവിടെ കപ്പലിന്റെ മധ്യത്തിൽ ആക്ഷരികമായി അവർക്കൊരു ആഹാരം നൽകുമ്പോഴും പൗലോസ് എന്ത് ചെയ്യുകയാണ്? അപ്പം എടുത്ത് ദൈവത്തെ നോക്കി വാഴ്ത്തി നുറുക്കിയിട്ട് അവർക്ക് കൊടുത്തു. He turns the drowning ship to an altar. അവൻ ആ മുങ്ങിപ്പോകുന്ന കപ്പലിനെ ഒരു അൾത്താരയായി രൂപപ്പെടുത്തുകയായിരുന്നു, ഒരു ത്രോണോസായി രൂപപ്പെടുത്തുകയായിരുന്നു. അവിടെ ആരാധന തുടങ്ങുകയായിരുന്നു. നമ്മുടെ ജീവിതങ്ങളിൽ മുങ്ങിപ്പോകുന്ന ഒരു കപ്പലിൽ നമ്മുടെ ജീവിതത്തോണി ആയിട്ടുണ്ട് പ്രിയമുള്ളവരെ. ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഭവനങ്ങളിൽ മുങ്ങിപ്പോകുന്ന കപ്പലിന്റെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ മുങ്ങിപ്പോകുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ, നമ്മുടെ സഭാ ജീവിതത്തിൽ, നമ്മുടെ സമൂഹ ജീവിതത്തിൽ മുങ്ങിപ്പോകുന്ന അനുഭവം ഉണ്ടെങ്കിൽ, അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി കൊടുക്കുന്ന ഇടങ്ങളിലേക്ക് നാം മടങ്ങി വരണം. ആരാധനയുടെ അനുഭവത്തിൽ അവിടെ ആവലാദികളും പ്രയാസങ്ങളും പല പ്രതിസന്ധികളും ഉണ്ടായിരുന്ന ആ കപ്പലിന്റെ അകം ആരാധനയുടെ, അപ്പം നുറുക്കലിന്റെ, പങ്കിടലിന്റെ അനുഭവമായി കഴിഞ്ഞപ്പോൾ ആ 39-ാം വാക്യത്തിൽ പറയുന്നു, വെളിച്ചമായപ്പോൾ അവർ കരയുള്ളൊരു ഉൾക്കടൽ കണ്ടു. അതുവരെ 14 ദിവസം വെളിച്ചമില്ലാതിരുന്നിടത്ത് ആരാധന നടന്നു കഴിഞ്ഞപ്പോൾ കരയുള്ള ഒരു ഉൾക്കടൽ കണ്ടു. നമ്മുടെ ജീവിതങ്ങൾ കര കാണാതെ ആഴിയിൽ ഉഴലുകയാണെങ്കിൽ നമുക്ക് ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരാം, ആരാധനയിലേക്ക് മടങ്ങി വരാം, യാഗപീഠത്തിലേക്ക് മടങ്ങി വരാം. നമ്മുടെ ജീവിതത്തിലും കരയുള്ള ഒരു കടൽ നാം കാണും പ്രിയമുള്ളവരെ. അവിടേക്ക് കടന്നു ചെല്ലുവാൻ ഈ ജീവിതത്തിന് അനുഭവങ്ങൾ നമുക്ക് മുഖാന്തരമായി തീരണം. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഈശാനമുലൻ്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിനുണ്ടാകുവാൻ 4 കാരണം. ദൈവത്തോട് ആലോചന ചോദിക്കാതെ അവൻ നമ്മളെ ആക്കിയ ശുഭതുറമുഖങ്ങളെ നാം ഉപേക്ഷിച്ചു. 2, ദൈവഹിതത്തിനും അപ്പുറം മനുഷ്യൻ്റെ ബുദ്ധിക്കും പരിചയത്തിനും നാം വില കൊടുത്തു. 3, കൂടുതൽ വിശാലവും ലാഭകരവും മോഹകരവുമായ ഇടങ്ങൾ തേടി നാം പോയി. ദൈവഹിതത്തിനും അപ്പുറം ഭൂരിപക്ഷത്തിൻ്റെ ഹിതമറിഞ്ഞ് ജീവിച്ചു തുടങ്ങി. നമ്മുടെ ജീവിതം ഈശാനമുലൻ അടിച്ചപ്പോൾ നമ്മുടെ ജീവിതം നമ്മുടെ കൈകളിൽ നിൽക്കാതെ പാറിപ്പോയി തുടങ്ങി. നമ്മൾ രക്ഷിക്കുവാൻ കഴിയാത്ത സങ്കേതങ്ങൾ തോടി തുടങ്ങി. അവസാനം ഗത്യന്തരമില്ലാതെ എന്നാൽ ലാഭകരമെന്ന് കരുതി ഇതിനെയൊക്കെ കടലിൽ എറിഞ്ഞ് കളഞ്ഞ് വെളിച്ചം കിട്ടാതെ മരിച്ചു പോകുമെന്ന നിരാശയുടെ അനുഭവത്തിലേക്ക് നാം പോയി. പക്ഷെ അതേ കപ്പലിലുണ്ടായിരുന്ന പൗലോസ് ഇതിനെ എങ്ങനെ അതിജീവിക്കണമെന്ന് കാണിച്ചു തന്നു. നോമ്പെടുത്ത് പ്രാർത്ഥിച്ചവൻ ഈ യാത്ര തുടങ്ങി.
ദൈവദൂതൻ്റെ സാന്നിധ്യം ആടി ഉലയുന്ന കപ്പലിലും അവൻ അനുഭവിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. അവൻ അവരെ ജനത്തെ ധൈര്യപ്പെടുത്തി. ആ ആടി ഉലയുന്ന കപ്പൽ, തകരുന്ന കപ്പലിനെ അവനൊരു ആരാധനയുടെ ത്രോണോസായി രൂപപ്പെടുത്തി. അപ്പം നുറുക്കി ജനത്തിന് കൊടുത്തു. അവർ വെളിച്ചം വന്നപ്പോൾ തന്നെ കരയുള്ള ഒരു കടൽ കണ്ടു. ആ കരയിൽ അവർ മുട്ടി വീണു. അവർ മുട്ടി വീണ രക്ഷയുടെ ആ ദ്വീപ് ക്രിസ്തുവായിരുന്നു.